താങ്ക് യു ഷൈ സാർ. വളരെ വണ്ടർഫുൾ ആയിട്ട് എന്നെ ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ സാർ പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ CEP-യിൽ മെഡിറ്റേഷൻ എന്ന് പറയുന്ന ആ ഒരു ഘടകം അത്രയും നമുക്ക് ഓരോ പോയിന്റുകളും നമുക്ക് കൃത്യമായിട്ട് നമ്മുടെ മനസ്സിലേക്ക് പതിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിലായാലും നമ്മുടെ ശരീരത്തിലായാലും നമ്മുടെ ബ്രെയിനിലായാലും കൊടുക്കുന്ന ഏറ്റവും വലിയ ടോണിക് ആയിരിക്കും അത്, അല്ലെ? കാരണം ഓരോ കാര്യങ്ങൾ നമുക്ക് എണ്ണി എണ്ണി പറഞ്ഞു തന്ന് നമ്മളെ കറക്റ്റാക്കി നമ്മുടെ ശരീരത്തെയും മനസ്സിനെയും പൊടീകരിച്ചുകൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു വണ്ടർഫുൾ ആയിട്ടുള്ള മെഡിറ്റേഷൻ ആണ്. എല്ലാവരും പങ്കെടുക്കുക, എല്ലാവരും അത് കൃത്യമായിട്ട് ചെയ്യുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഇന്നത്തെ ഈ CEP-യിലേക്ക് എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. പ്രൊഡക്റ്റ് സെഷൻ ആണ്. നമ്മുടെ കമ്പനിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട നട്ടെല്ല് എന്ന് പറയുന്നത് തന്നെ പ്രോഡക്ട്സ് ആണ്, അല്ലെ? ഇപ്പൊ നമ്മൾ പ്രോഡക്ട്സ് ഉപയോഗിക്കുക, ഉപയോഗിച്ചു കഴിഞ്ഞാൽ അത് നിർബന്ധമായിട്ടും അതിൻ്റെ അകത്തുള്ള നമ്മുടെ റിസൾട്ടുകൾ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് ഷെയർ ചെയ്യുക. ഇപ്പൊ കുറച്ച് ആൾക്കാരൊക്കെ അത് ഷെയർ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ പ്രോഡക്ട്സിനെ കുറിച്ചിട്ടുള്ള ശരിയായ രീതിയിലുള്ള എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ മറ്റുള്ളവർക്കും കൂടി പറഞ്ഞു കൊടുക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ അകത്ത് ഏറ്റവും വലിയ ഒരു സർവീസ് മെന്റാലിറ്റിയിലേക്ക് നമ്മൾ വരിക എന്നുള്ളതാണ്. കാരണം നമ്മൾ ഉപയോഗിച്ചു, അതെങ്ങനെ ഉപയോഗിക്കണം, ഏത് രീതിയിൽ ഉപയോഗിച്ചാലാണ് നമുക്ക് ശരീരത്തിലേക്ക് കൃത്യമായിട്ട് അത് എഫക്റ്റ് ചെയ്യുക എന്നുള്ളതൊക്കെ വളരെ കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കിയെടുക്കുക. ഇല്ലെങ്കിൽ ചോദിച്ച് മനസ്സിലാക്കിയെടുക്കുക. ഇല്ലെങ്കിൽ നമ്മുടെ പല ചാനലുകൾ യൂട്യൂബിലും അതുപോലെ തന്നെ ഇത് എപ്പോഴും പറയുന്നതാണ്. എന്നിരുന്നാൽ പോലും ആൾക്കാർ അത് കൃത്യമായിട്ട് ഫോളോ അപ്പ് ചെയ്യാത്തത് കൊണ്ടാണ് അത് വീണ്ടും 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 എടുത്തെടുത്ത് പറയുന്നത്. അപ്പോൾ എങ്ങനെ ഏത് രീതിയിൽ കഴിക്കണം എന്നുള്ളതൊക്കെ വളരെ വ്യക്തമായി മനസ്സിലാക്കിയതിന് ശേഷം മാത്രം മറ്റുള്ളവരോട് ഷെയർ ചെയ്യുക, അല്ലെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുക എന്നുള്ള ഒരു റിക്വസ്റ്റ് കൂടിയുണ്ട്. അതേപോലെ തന്നെ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ചെയ്തത് ഫൗണ്ടേഷൻ എന്നുള്ള ആ ഒരു പ്രൊഡക്ട്സിനെ കുറിച്ചാണ്, അല്ലെ? അതിനകത്ത് നമ്മൾ ലാസ്റ്റിൽ നമ്മൾ പറഞ്ഞത് പ്രോട്ടീൻ പൗഡർ. ടൈമിന്റെ കുറവ് കൊണ്ട് ഞാൻ ഓടിച്ചിട്ട് ജസ്റ്റ് ഒന്ന് പറഞ്ഞിട്ടേ ഉള്ളൂ. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് നമുക്ക് കുറച്ച് കാര്യങ്ങൾ, പ്രോട്ടീൻ പൗഡറുമായി ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങൾ സംസാരിച്ചുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാം. സൗണ്ട് ഓക്കെ ആണോ? അപ്പോൾ ആ രീതിയിൽ നമുക്ക് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് പ്രോട്ടീൻ പൗഡറിനെ കുറിച്ച് നമുക്ക് പറയാം. കാരണം നമ്മുടെ ഇപ്പൊ ഒരു ബിൽഡിംഗ് എടുക്കണമെങ്കിൽ നമുക്ക് ഒരുപാട് കട്ടകളും സിമെന്റും മണലും ഇതൊക്കെ ആവശ്യമാണ്, അല്ലെ? അതേപോലെ നമ്മുടെ ശരീരത്തിലേക്ക് ഏറ്റവും പ്രോപ്പറായിട്ട് ആവശ്യമായിട്ടുള്ള ഒരു ഘടകത്തിൽ ഒന്നാണ് പ്രോട്ടീൻ എന്ന് പറയുന്നത്. പ്രോട്ടീൻ ഇല്ലെങ്കിൽ നമുക്ക് ഒരു കാര്യം പോലും നമുക്ക് നടക്കില്ല എന്നുള്ളതാണ് അതിൻ്റെ അത് പറയാനുള്ളത്. നമ്മൾ പ്രോട്ടീൻ പൗഡർ ജസ്റ്റ് ഒന്ന് ഞാൻ അത് ക്ലിയർ ആയിട്ട് കഴിഞ്ഞ പ്രാവശ്യം ഓടിച്ച് പറഞ്ഞത് കൊണ്ടാണ് ഒന്നും കൂടി അത് എടുത്ത് പറയാൻ. കാരണം പ്രോട്ടീൻ പൗഡർ കഴിക്കുന്ന രീതികളെ കുറിച്ചിട്ടൊക്കെ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മുടെ ഇതിനകത്ത് പ്രൊഡക്റ്റ് ഗ്രൂപ്പിനകത്തൊക്കെ സംസാരിച്ചിട്ടുണ്ട്. നമ്മൾ എങ്ങനെ കഴിക്കണം എന്നുള്ളത്. അത് നമ്മൾ കഴിക്കുന്ന എന്ത് കാര്യങ്ങളായാലും നമ്മുടെ ശരീരത്തിലേക്ക് അത് പ്രോപ്പറായിട്ട് എത്തിക്കുക അല്ലെങ്കിൽ പ്രോപ്പറായിട്ട് ഉപയോഗപ്പെടുത്തുക എന്നുള്ളതാണ്. പ്രോട്ടീൻ പൗഡർ കഴിക്കാൻ പാടില്ലാത്ത കുറച്ച് കാര്യങ്ങളുണ്ട്. അത് ഞാൻ വീണ്ടും ഇവിടെ എടുത്തു പറയാണ്. എല്ലാവരും ആ മെസ്സേജുകൾ കണ്ടിട്ടുണ്ടാവണം എന്നില്ല. ചായ, കാപ്പി, ഇതിനകത്ത് നമ്മൾ അതുപോലെ തന്നെ ഒരുപാട് സോഫ്റ്റ് ഡ്രിങ്ക്സുകൾ, പഞ്ചസാര ചേർത്തിട്ടുള്ള എന്ത് പ്രോഡക്റ്റ്, ഏത് ഐറ്റംസ് ആയിക്കഴിഞ്ഞാൽ അതിനകത്തൊന്നും നമ്മൾ ശരിക്കും പറഞ്ഞാൽ പ്രോട്ടീൻ പൗഡർ ആഡ് ചെയ്ത് കഴിക്കാൻ പാടില്ല. എന്തുകൊണ്ടാന്ന് വെച്ചാൽ നമ്മളെ ടാനിനും അതുപോലെ തന്നെ കഫീനും അടങ്ങിയിട്ടുള്ള രണ്ട് പാനീയങ്ങളാണ് ചായയും അതുപോലെ തന്നെ കാപ്പിയും. കാരണം ഇന്ന് മാർക്കറ്റിൽ നിന്ന് വാങ്ങുന്ന പ്രൊഡക്റ്റുകളാണ് യൂസ് ചെയ്തിട്ടാണ് ഇത് നമ്മൾ ഉപയോഗിക്കുന്നത് എങ്കിൽ അതിൻ്റെ അകത്ത് ഇത് മാരകമായിട്ട്, കാരണം അത്രയും കൂടുതൽ ചേർത്തിട്ടുള്ള രണ്ട് ഐറ്റംസ് ആണ് ഈ ടാനിനും അതുപോലെ തന്നെ കഫീൻ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ സോഫ്റ്റ് ഡ്രിങ്ക് എടുത്തു കഴിഞ്ഞാൽ പഞ്ചസാരയുടെ അളവ് അത്രയും കൂടുതലാണ്. നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാതെ അത്രയും കൂടുതലാണ്. കാർബോഹൈഡ്രേറ്റ് ആയി കഴിഞ്ഞാലും എല്ലാം. അപ്പൊ അതിനകത്ത് മിക്സ് ചെയ്ത് കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് വേറെ ഒന്നും സംഭവിക്കില്ല. പക്ഷെ നമുക്ക് എത്രമാത്രം നമ്മൾ കഴിക്കുന്ന പ്രോട്ടീൻസ് നമ്മളെ ശരീരത്തിലേക്ക് വേണം എന്നുള്ളതിന് നമുക്കത് അത്രയും എത്തിക്കാൻ വേണ്ടിയിട്ട് സാധിക്കില്ല. കാരണം അതിന്റെ ആഗിരണം പ്രോപ്പറായിട്ട് നടക്കൂല. അതുകൊണ്ടാണ് അത് എടുത്തെടുത്ത് പറയുന്നത്. അതേ രീതിയിൽ തന്നെ നമ്മൾ ഉപയോഗിക്കുക.
സാധാരണ വെള്ളത്തിൽ നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടി സാധിക്കും, പാലിൽ ഉപയോഗിക്കാൻ വേണ്ടി സാധിക്കും. ഇപ്പം വെയിറ്റ് മാനേജ്മെന്റ് ചെയ്യുന്നവരാണ് പാലിന്റെ പാടയൊക്കെ എടുത്ത് മാറ്റിയതിന് ശേഷം നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടി സാധിക്കും. ഈ നമ്മുടെ സോയ പ്രോട്ടീൻ്റെ അകത്ത് വേറെ സെപ്പറേറ്റ് ആയിട്ട് ഒരു ടേസ്റ്റോ കാര്യങ്ങളോ ഒന്നുമില്ല. അതുകൊണ്ട് നമുക്ക് കഴിക്കുന്ന ചോറിന്റെ കൂടെ കഴിക്കാൻ വേണ്ടി സാധിക്കും, കറിയിലിട്ട് കഴിക്കാൻ വേണ്ടി സാധിക്കും, ദോശയിലിട്ട് കഴിക്കാൻ വേണ്ടി സാധിക്കും, ചപ്പാത്തിയിലിട്ട് കഴിക്കാൻ വേണ്ടി സാധിക്കും. ഇങ്ങനെ ഏതിന്റെ കൂടെ നമുക്ക് കഴിക്കും. പക്ഷെ ഞാൻ നേരത്തെ പറഞ്ഞ കാര്യത്തിന്റെ കൂടെ കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് അത് പ്രോപ്പറായിട്ട് നമ്മുടെ ശരീരത്തിലേക്ക് ആഗിരണം ചെയ്യില്ല. പ്രോപ്പറായിട്ട് നമുക്ക് എത്രയാണോ എഫക്റ്റ് വേണ്ടത് ആ എഫക്റ്റ് നമുക്ക് ശരീരത്തിലേക്ക് പ്രോപ്പറായിട്ട് കിട്ടില്ല. ഇപ്പൊ എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. കാരണം കഴിക്കേണ്ട രീതി നമ്മൾ കഴിക്കേണ്ട രീതിയിൽ തന്നെ കഴിച്ചാൽ മാത്രമാണ് നമ്മുടെ ശരീരത്തിലേക്ക് അത് ഫലിക്കുന്നുണ്ടാവുക. അത് എല്ലാവരും ഒന്ന് ഫോളോ അപ്പ് ചെയ്യുക. പ്രോട്ടീൻ പൗഡർ അത്രയും നിർബന്ധമായിട്ടുള്ള ഒരു കണ്ടന്റ് ആയതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇത്രയും അതിനെപ്പറ്റി പറയുന്നത്. ഓക്കെ, താങ്ക് യു. ഇപ്പൊ നമ്മളൊരു മുട്ട 4 ഗ്രാം, ഒരു മുട്ടയിൽ നിന്ന് പറഞ്ഞാൽ ഒരു 4 ഗ്രാം പ്രോട്ടീൻ ആണുള്ളത്. അപ്പൊ നമുക്ക് എത്രമാത്രം മുട്ട കഴിച്ചാലാണ് നമ്മുടെ ശരീരത്തിലേക്ക് ആ പ്രോട്ടീൻസ്, മുട്ട കഴിച്ചാൽ കിട്ടുന്ന പ്രോട്ടീൻസ് നമുക്ക് ലഭിക്കുന്നുണ്ടാവുക. കാരണം ഒരു ബോഡി വെയിറ്റ് എത്രയാണോ അത്രയും ഗ്രാം പ്രോട്ടീൻ നമുക്ക് ആവശ്യമാണ്. നമ്മൾ ചിക്കനിലാണെങ്കിൽ ഒരു 100 ഗ്രാം ചിക്കൻ എടുത്തു കഴിഞ്ഞാൽ 33 ഗ്രാം പ്രോട്ടീൻ ഉണ്ട്. കുട്ടികൾക്കാണെങ്കിൽ ഇന്ന് 2019 ശേഷം പറയുന്നത് 54% പ്രോട്ടീന്റെ കുറവാണ്. അത് എടുത്തു പറയേണ്ട കാര്യം തന്നെയാണ്. കാരണം ഇന്ന് കഴിക്കുന്ന ഫുഡ് ആ രീതിയിലാണ്. അതുപോലെ തന്നെ മസിൽ ഗ്രോത്തിനായി കഴിഞ്ഞാലും, മസിൽ റിപ്പയറിനായി കഴിഞ്ഞാലും, അതുപോലെ തന്നെ മസിലിന്റെ സ്ട്രെങ്ത് കൂട്ടാനായി കഴിഞ്ഞാലും ഇതിനൊക്കെ പ്രോട്ടീൻ പ്രോപ്പറായിട്ട് അത്യാവശ്യമാണ്. അതുപോലെ തന്നെ ജോയിന്റ് പെയിൻ ഉള്ളവർക്ക് നമ്മൾ പ്രോട്ടീൻ നിർബന്ധമായിട്ടും ആഡ് ചെയ്ത് കൊടുക്കേണ്ടതാണ്. കാരണം എല്ലുകളിലും പല്ലുകളിലും ഒരു അടങ്ങിയിരിക്കുന്ന ഏറ്റവും കൂടുതലായിട്ടുള്ള ഒരു കണ്ടന്റ് എന്ന് പറയുന്നത് പ്രോട്ടീൻ തന്നെയാണ്. അതുപോലെ തന്നെ ഞരമ്പിന്റെ ട്രാൻസ്മിഷൻ കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് പ്രോട്ടീൻ ആവശ്യമാണ്. ബ്രെയിൻ ഫങ്ഷൻ ക്ലിയർ ആക്കാൻ വേണ്ടി, അതിന്റെ സ്ട്രെങ്ത് കൂട്ടാൻ വേണ്ടി, ഫങ്ഷൻ കറക്റ്റ് ആവാൻ വേണ്ടിയിട്ട് പ്രോട്ടീൻ അത്യാവശ്യമാണ്. ചില ആൾക്കാർ പറയുന്നുണ്ട് മൂഡ് ശരിയില്ല എന്ന് പറയുന്നത് അല്ലെ, അതിനെ കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും ഒക്കെ നമുക്ക് പ്രോട്ടീൻ അത്യാവശ്യമാണ്. സ്ലീപ്പ് പ്രോപ്പർ ആക്കാൻ വേണ്ടിയിട്ട് പ്രോട്ടീൻ അത്യാവശ്യമാണ്. ഏജ് റിലേറ്റഡ് ആയിട്ടുള്ള പ്രോബ്ലം സോൾവ് ചെയ്യാൻ പ്രോട്ടീൻ അത്യാവശ്യമാണ്. അതുപോലെ തന്നെ നമുക്ക് BP കൂടാനും കൂടാതിരിക്കാനും അതിന് സഹായിക്കുന്നുണ്ട്. കുടലിന്റെ ആരോഗ്യത്തിന് അത്യാവശ്യമാണ്. ദാഹം, അതുപോലെ തന്നെ ഹോർമോൺ ഇൻബാലൻസ്, ഇതൊക്കെ കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ നമുക്ക് പ്രോട്ടീൻ അത്യാവശ്യമാണ്. ഇമ്മ്യൂണിറ്റി കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും ഇമ്മ്യൂണിറ്റിക്ക് വേണ്ടിയിട്ടും നമുക്ക് ഇമ്മ്യൂണിറ്റി നല്ല പ്രോപ്പറായിട്ട് ഇമ്മ്യൂണിറ്റി കിട്ടാൻ വേണ്ടിയിട്ടും ഒരു പരിധിവരെ പ്രോട്ടീൻ അത്യാവശ്യമാണ്. എന്ന് വേണ്ട നമ്മളെ സെൽസിന് ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള ഒരു ഘടകം തന്നെയാണ് പ്രോട്ടീൻ. അതുപോലെ തന്നെ ബ്ലഡ് സെൽസിനെ കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും, അതുപോലെ തന്നെ ഇൻസുലിൻ ഗ്രോത്ത് കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ സഹായിക്കുന്ന ഒരു വണ്ടർഫുൾ ആയിട്ട് പ്രൊഡക്റ്റ് ആണ്. അതേപോലെ തന്നെ നമുക്ക് ബ്ലഡ് ഗ്ലൂക്കോസിന്റെ ലെവലൊക്കെ കറക്റ്റ് ചെയ്യാനും ഒരു പരിധി വരെ നമുക്ക് സഹായിക്കുന്നുണ്ട്. തൈറോയിഡ് വരാതിരിക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നുണ്ട്. സ്കിൻ പ്രോബ്ലം സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട്, സ്കിന്നിന്റെ ചുളിവ് കാര്യങ്ങളൊക്കെ ക്ലിയർ ആക്കാൻ വേണ്ടിയിട്ട് നമുക്ക് പ്രോട്ടീൻ അത്യാവശ്യമാണ്. മുടി കൊഴിച്ചല്, അതുപോലെ തന്നെ നഖത്തിന്റെ ആരോഗ്യം, മുറിവുണക്കല്, ഇങ്ങനെയുള്ളതിനൊക്കെ നമുക്ക് പ്രോട്ടീൻ അത്യാവശ്യമാണ്. പ്രഗ്നൻസി ടൈമിൽ പ്രോട്ടീൻ അത്യാവശ്യമാണ്. എന്ന് വേണ്ട നമുക്ക് എപ്പോഴും നമ്മുടെ ശരീരത്തിൽ ആവശ്യമായിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണ് പ്രോട്ടീൻ പൗഡർ. മുലപ്പാൽ വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട്, അങ്ങനെയുള്ള നിരവധി ക്യാൻസർ പ്രൊട്ടക്ഷൻ ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ പ്രോട്ടീൻ അത്യാവശ്യമാണ്. ഇപ്പോൾ സോയ പ്രോട്ടീൻ നമുക്ക് നല്ല ഏറ്റവും എക്സലന്റ് ആയിട്ടുള്ള പ്രോട്ടീൻ പൗഡറാണ് സോയ പ്രോട്ടീൻ എന്ന് പറയുന്നത്. ഐസൊലേറ്റഡ് ചെയ്തിട്ടുള്ള സോയ പ്രോട്ടീൻ ഇന്ന് വേൾഡിൽ കിട്ടാവുന്നതിൽ ഏറ്റവും മികച്ച പ്രോട്ടീനാണ് സോയാബീൻസ് നിന്ന് എടുക്കുന്ന ഐസൊലേറ്റഡ് സോയ പ്രോട്ടീൻ. അപ്പൊ അത് നമ്മൾ എന്തായാലും നിർബന്ധമായിട്ടും കഴിക്കുക. ഹാർട്ട് ഹെൽത്തിനായാലും ബ്ലഡ് പ്രഷറിനായാലും കൊളസ്ട്രോൾ ലെവലിനായാലും ഇതൊക്കെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നു. ക്യാൻസറിനെ റെഡ്യൂസ് ചെയ്യാൻ വേണ്ടി സഹായിക്കുന്നു. പ്രോസ്റ്റേറ്റ് ക്യാൻസറിനെ തടയാൻ സഹായിക്കുന്നു. ഗട്ട് ഹെൽത്തിനെ സഹായിക്കുന്നു. സോയന്റെ ഗുണങ്ങളാണ് ഞാൻ പറയുന്നത്. ഇൻഫ്ലമേഷൻ കുറക്കാൻ വേണ്ടി സഹായിക്കുന്നു. മസിലിന്റെ സ്ട്രെങ്ത് കൂട്ടാൻ വേണ്ടി ആരോഗ്യത്തിനും ഒക്കെ സഹായിക്കുന്നു. കുട്ടികളുടെ വളർച്ചയ്ക്ക് സഹായിക്കുന്നു. വെയിറ്റ് മാനേജ്മെന്റിനെ സഹായിക്കുന്നു.
പിന്നെ നമുക്ക് കിട്ടുന്ന മറ്റ് 2 ഫ്ലേവറിൽ ഇൻവിഗോയുടെ പ്രോട്ടീൻ പൗഡർ വരുന്നുണ്ട്. അത് കുട്ടികൾക്ക് കൂടി കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. കാരണം ഫ്ലേവർ ഇല്ലാതെ ചില ആൾക്കാർ കഴിക്കില്ല. അതുകൊണ്ട് അതിനകത്ത് ചോക്ലേറ്റിന്റെയും വാനിലയുടെയും ഫ്ലേവറിലും നമുക്ക് ലഭിക്കുന്നുണ്ട്. അതിനകത്ത് കുട്ടികളുടെ ഗ്രോത്തിനൊക്കെ വേണ്ടിയിട്ടുള്ള ഇതാണ് കണ്ടന്റാണ് ഏറ്റവും കൂടുതൽ അടങ്ങിയിട്ടുള്ളത്. അതിന്റെ പ്രോട്ടീനിൽ കണ്ടന്റ് കുറച്ച് കുറവായിരിക്കും സോയനെ അപേക്ഷിച്ചിട്ട്. അപ്പോൾ അത് മാക്സിമം കുട്ടികൾ തന്നെ കഴിക്കാൻ ശ്രമിക്കുക. 18 വയസ്സിന് മുകളിലുള്ള ആൾക്കാർ സോയ പ്രോട്ടീൻ തന്നെ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. വൈറ്റമിൻ എ നമുക്ക് ഇൻവിഗോയുടെ ആണെങ്കിൽ വൈറ്റമിൻ എ അത് കുട്ടികളുടെ ഗ്രോത്തിന് സഹായിക്കുന്നതാണ്. വൈറ്റമിൻ എ, സി, ഡി, ആന്റി ഓക്സിഡന്റ് ഒക്കെ ക്ലിയർ ആക്കാൻ വേണ്ടി സഹായിക്കുന്നു. അതുപോലെ തന്നെ വൈറ്റമിൻ B1 എനർജി, അതുപോലെ തന്നെ ബ്രെയിൻ ഹെൽത്തിനൊക്കെ സഹായിക്കുന്നു. അതുപോലെ തന്നെ നമുക്ക് ജിമ്മിലൊക്കെ വേറൊരു പ്രോട്ടീൻ പൗഡർ നമുക്ക് പുറത്തുനിന്ന് ആൾക്കാർ ഏറ്റവും കൂടുതൽ നമ്മൾ പ്രോട്ടീൻ പൗഡറിന്റെ കാര്യം പറയുമ്പോൾ ഇത് ജിമ്മിലൊക്കെ പോകുന്ന അവർ കഴിക്കുന്നതല്ലേ എന്നൊക്കെ പറയാറുണ്ട് അല്ലെ. അപ്പോ ജിമ്മിൽ ഉപയോഗിക്കുന്നവര് പോകുന്നവർ ഉപയോഗിക്കുന്ന പ്രോട്ടീൻ പൗഡർ എന്ന് പറയുന്നത് ഇതിൽ ധാരാളം സ്റ്റിറോയിഡ് അടങ്ങിയിട്ടുണ്ട്. കാരണം പെട്ടെന്ന് അവർക്ക് മസിലൊക്കെ ഇങ്ങനെ പെരുപ്പിച്ച് കാണിക്കണം, അതിനു വേണ്ടിയിട്ടൊക്കെ കിട്ടുന്നതാണ് പിന്നെ ഈ പറയുന്ന സ്റ്റിറോയിഡ് ഒക്കെ അടങ്ങിയിട്ടുള്ള പ്രോട്ടീൻ പൗഡറും ഹോർമോണും ഇതൊക്കെ അടങ്ങിയിട്ടുള്ളത്. കാരണം പെട്ടെന്ന് പെരുപ്പിച്ച് കാണിക്കാൻ വേണ്ടിയിട്ടും ഒക്കെയാണ്, കുട്ടികളോട് ആകർഷിക്കാനും ഒക്കെയാണ് ഈ ജിമ്മിലൊക്കെ പോകുന്നവർ ഈ രീതിയിലുള്ള പ്രോട്ടീൻ പൗഡർ കഴിക്കുന്നത്. അതിൽ നിന്ന് തികച്ചും വ്യത്യസ്തമായിട്ടുള്ള പ്രോട്ടീൻ പൗഡറാണ് നമ്മുടേത്. സോയ പ്രോട്ടീൻ ആണ്, വെജിറ്റേറിയൻ ആണ്, എല്ലാവർക്കും കഴിക്കാം. വെജിറ്റേറിയൻ സോയ പ്രോട്ടീന്റെ പ്രത്യേകത വെച്ചാൽ പെട്ടെന്ന് തന്നെ ദഹനം നമുക്ക് നടക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഓരോ ഓർഗൻസിനും, നമുക്ക് ഓരോ ശരീരഭാഗത്തിൽ ഓരോ ഓർഗൻസിനും കൃത്യമായിട്ടുള്ള പ്രോട്ടീൻ എത്തിക്കാൻ വേണ്ടിയിട്ട് അത് സഹായിക്കുന്നുണ്ട്. ഫൈബർ കണ്ടന്റ് ഇതിനകത്ത് ധാരാളം ഉണ്ട്. അപ്പോൾ കോൺസ്റ്റിപ്പേഷൻ ഒക്കെ ഉള്ളവർക്കൊക്കെ നല്ല ദഹനം, അതുപോലെ തന്നെ ഇങ്ങനെയുള്ളവർക്കൊക്കെ സഹായിക്കുന്ന പ്രൊഡക്റ്റ് ആണ് ഇത്. ഇനി വരാൻ പോകുന്ന എല്ലാവരിലും, ഇപ്പം നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നവരും ഇനി വരുന്ന തലമുറകളിലേക്കും ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള, ഏറ്റവും ഡെഫിഷ്യൻസി, ഏറ്റവും പ്രോപ്പറായിട്ട് കിട്ടാത്ത ഒരു കാര്യം കൂടിയായിരിക്കും ഈ പ്രോട്ടീൻ. അതുകൊണ്ട് നമ്മൾ ഈ ഐസൊലേറ്റഡ് സോയ പ്രോട്ടീൻ നിർബന്ധമായിട്ടും എല്ലാവരും ഉപയോഗിക്കുക, അല്ലെങ്കിൽ നമ്മളെ കുട്ടികൾക്ക് കൊടുക്കുക. അവരുടെ ഗ്രോത്തിനും ഒക്കെ അത്യാവശ്യമായിട്ടുള്ള കാര്യങ്ങളാണ്. ഇപ്പം ഈ കീമോ ഒക്കെ ചെയ്ത് കിടക്കുന്നവർക്കൊക്കെ RCC പോലെയുള്ള സ്ഥലങ്ങളിലൊക്കെ മുടി കൊഴിച്ചിലും ഇതൊക്കെ തടയാൻ വേണ്ടിയിട്ട് ആദ്യം കൊടുക്കുന്ന പ്രൊഡക്റ്റും പ്രോട്ടീൻ പൗഡറാണ്. അങ്ങനെയുള്ളവരൊക്കെ ഉണ്ടെങ്കിൽ അവർക്കൊക്കെ നമുക്ക് കൊടുക്കാം. സ്ട്രോക്ക് വന്നവരും കിടപ്പിലായവരും ഒക്കെ നമുക്ക് കൊടുക്കാൻ വേണ്ടി പറ്റുന്ന ഏറ്റവും എക്സലന്റ് ആയിട്ടുള്ള, കാരണം അവരൊക്കെ കൊടുക്കുന്ന മാർക്കറ്റിലുള്ള പ്രോട്ടീൻ പൗഡറിനകത്ത് എന്ന് പറഞ്ഞാൽ വളരെ ചെറിയ അളവ് മാത്രമേ പ്രോട്ടീൻ കണ്ടന്റ് ഉണ്ടാവുള്ളൂ. അപ്പോ നമ്മുടെ പ്രോപ്പർ ആയിട്ടുള്ള ഗ്രോത്തും അതുപോലെ തന്നെ ഈ കിടപ്പിലായവർക്ക് ഉണ്ടാവുന്ന ശരീര പ്രശ്നങ്ങളും ഒക്കെ മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന വണ്ടർഫുൾ ആയിട്ട് ഒരു പ്രൊഡക്റ്റ് ആണ് പ്രോട്ടീൻ പൗഡർ. എല്ലാവരും നിർബന്ധമായിട്ടും കഴിക്കുക. ആ ഫൗണ്ടേഷന്റെ കൂടെ തന്നെ നമുക്ക് വേറെ ഒരു പ്രൊഡക്റ്റും കൂടി നമ്മുടെ ഇമ്മ്യൂണിറ്റിയും ഇതിനൊക്കെ സഹായിക്കുന്ന ഏറ്റവും എക്സലന്റ് ആയിട്ടുള്ള നമ്മുടെ കമ്പനി പ്രൊവൈഡ് ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റ് ആണ് നോനി. സാധാരണ നമ്മുടെ മാർക്കറ്റിൽ കിട്ടുന്ന നോനി എന്ന് പറയുന്നത് കൂടുതലും ജ്യൂസ് ഐറ്റംസിലാണ് കിട്ടുന്നത്. ഇന്ന് നമ്മുടെ കമ്പനി വെസ്റ്റീജ് ആണ് ക്യാപ്സൂൾ രൂപത്തിൽ നോനിയെ കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പോൾ അത്രയും എക്സലന്റ് ആയിട്ടുള്ള പ്രൊഡക്റ്റ് ആണ്. നോനിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മുടെ നാട്ടിലൊക്കെ പറയുന്ന കാക്കോത്തി പഴം എന്നൊക്കെ പറയും, മഞ്ഞനാത്തി പഴം എന്ന് പറയും, മൊറിൻഡ സിട്രിഫോളിയ എന്നാണ് അതിന്റെ രാസനാമം. നിരവധി പേരുകളിൽ അതിനറിയപ്പെടുന്നുണ്ട്. ഇത് ഏറ്റവും കൂടുതൽ കഴിക്കുന്നത് കാക്കയും കുയിലുമാണ്. അതുകൊണ്ടാണ് അവര് മരിച്ചു കിടക്കുന്നത് നമ്മൾ കാണുന്നത് ഷോക്ക് അടിച്ചിട്ടൊക്കെ ഇലക്ട്രിക് പോസ്റ്റിന്റെ താഴെയൊക്കെയാണ് കാണുന്നത് സാധാരണയായിട്ട്, അല്ലാതെ കാണാൻ സാധിക്കാറില്ല. അത് ചിരഞ്ജീവികളെ പോലെ ജീവിക്കുന്ന അത്രയും പവർഫുൾ ആയിട്ടുള്ള ഒരു ഫ്രൂട്ടാണ് നോനി എന്ന് പറയുന്നത്. അപ്പോൾ അതിനെ കുറിച്ചിട്ടുള്ള പഠനങ്ങൾ ഇപ്പോഴും പല യൂണിവേഴ്സിറ്റികളിലും നടന്നുകൊണ്ടിരിക്കുകയാണ്. കാരണം ഓരോ ദിവസവും അതിന്റെ ഗുണങ്ങൾ കുറിച്ചിട്ട് ഒരുപാട് അറിവുകളാണ് പുറത്ത് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഏറ്റവും എക്സലന്റ് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണ്, ഒരു ഫ്രൂട്ടിൽ നിന്ന് എടുക്കുന്ന പ്രൊഡക്റ്റാണ് നോനി എന്ന് പറയുന്നത്. ഇത് നമ്മുടെ പല വീടുകളിലോ അല്ലെങ്കിൽ വീടുകളിലും തീരദേശ പ്രദേശങ്ങളിലും ഒക്കെയാണ് ഏറ്റവും കൂടുതൽ കാണുന്നത്. ക്ഷേത്രങ്ങളിലൊക്കെ കാണാറുണ്ട്. അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ പോയി കഴിഞ്ഞാൽ നമ്മുടെ പ്ലാവിന്റെ ഇല ഇത്തിരി ഷൈനിങ്ങും കൂടി കൊടുത്തു കഴിഞ്ഞാൽ എങ്ങനെയാ ഉണ്ടാവുക, അതിനെക്കാളും കുറച്ച് വലുപ്പം ഉണ്ടാവുന്നേ ഉള്ളൂ. ആ രീതിയിലുള്ള അതിന് ഒരു കായ ഉണ്ടാവും, ഇങ്ങനെ മുള്ളു പോലെ അതിന്റെ കലകളുള്ള പോലത്തെ ഒരു കായ ഉണ്ടാവും. അങ്ങനെയുള്ള ഒരു എക്സലന്റ് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണ് നോനി എന്ന് പറയുന്നത്. ഇത് നമുക്ക് ശരിക്കും എന്തിനാണ് നമ്മുടെ നോനി കഴിക്കുന്നത് എന്ന് പറഞ്ഞാൽ, നമ്മൾ ഇന്ന് എന്താണോ കഴിക്കുന്നത്
അതിൻ്റെ അകത്ത് പ്രോപ്പറായിട്ടുള്ള പോഷകങ്ങൾ, പ്രോട്ടീൻ ആയാലും മിനറൽസ് ആയാലും വൈറ്റമിൻസ് ആയാലും പ്രോപ്പറായിട്ടുള്ള പ്രോട്ടീൻസുകൾ നമ്മുടെ ശരീരത്തിലേക്ക് എല്ലാ സെല്ലിലേക്കും കൃത്യമായിട്ട് എത്തിക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന ഒരു വണ്ടർഫുൾ ആയിട്ടുള്ള പ്രൊഡക്റ്റാണ് നോനി എന്ന് പറയുന്നത്. അതേപോലെ തന്നെ നമുക്ക് സെൽ ടു സെല്ല്, നമ്മൾ ഇന്ന് കമ്മ്യൂണിക്കേഷൻ ചെയ്യുന്നത് മൊബൈൽ ഫോണും ഒക്കെ ഉപയോഗിച്ചിട്ടാണെങ്കിൽ നമ്മുടെ സെല്ലുകളുടെ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്, സെല്ലുകളിലൊക്കെ സുഷിരങ്ങളുണ്ട്, ആ സുഷിരങ്ങൾ വഴിയാണ് നമ്മൾ പ്രോപ്പറായിട്ട് നമ്മുടെ കമ്മ്യൂണിക്കേഷൻ നടക്കുന്നത്. അപ്പോൾ അവിടെ നമ്മൾ ഇന്ന് കഴിക്കുന്ന ഭക്ഷണത്തിന്റെ ഫലമായിട്ട്, കെമിക്കൽ കണ്ടന്റ് അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങളുടെ ഫലമായിട്ട് അവിടെ പോയിട്ട് അടിഞ്ഞുകൂടി ഈ സെല്ല് ബ്ലോക്കായി കിടക്കുന്ന സമയത്താണ് നമുക്ക് പല പല അസുഖങ്ങൾ വരുന്നത്. അപ്പൊ അതിനെ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടി, അതിനെ ക്ലിയർ ആയിട്ട് പ്രോപ്പറായിട്ട് അതിന്റെ സുഷിരങ്ങളൊക്കെ കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന വണ്ടർഫുൾ ആയിട്ടുള്ള പ്രൊഡക്റ്റ് ആണ് നോനി എന്ന് പറയുന്നത്. വെയിറ്റ് മാനേജ്മെന്റിനൊക്കെ ഒരുപാട് സഹായിക്കുന്നതാണ്. അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിലേക്ക് ഒരു കോക്സ് 1ഉം കോക്സ് 2 എന്ന് പറഞ്ഞിട്ട് 2 എൻസൈമുകളുണ്ട്. അതിൽ കോക്സ് 2 ആണ് നമുക്ക് വേദന ഒക്കെ ഉണ്ടാക്കാൻ ഒരു വേദന സംഹാരിയായിട്ട് നമുക്ക് വേണ്ടിയെങ്കിൽ ഈ നോനിയെ ഉപയോഗിക്കാൻ വേണ്ടി പറ്റും. ഇപ്പം ഒരുപാട് ആൾക്കാർ പറയാറുണ്ടല്ലേ, മുട്ടുവേദന കാര്യങ്ങളൊക്കെ പറയാറുണ്ട്. നമ്മൾ ഓൾറെഡി അകത്തേക്ക് നമ്മൾ കഴിക്കുന്നുണ്ട്, നമ്മൾ മുട്ടുവേദനക്കൊക്കെ കഴിക്കുന്ന സപ്ലിമെന്റിന്റെ കൂടെ തന്നെ നോനിയും കൂടി അകത്ത് കഴിക്കുവാണെങ്കിൽ, ഗ്ലൂക്കോസാമിനും കാൽസ്യവും ഇതിന്റെ കൂടെ നോനിയും കൂടി ആഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നല്ല റിസൾട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. വേദന കുറക്കാൻ വേണ്ടി സഹായിക്കുന്നുണ്ടോ. ഇനി നല്ല വേദനയുള്ളവർക്ക് ഞാൻ ഒരു റെമഡിയും കൂടി പറഞ്ഞുതരാം. ഈ നോനി പൊട്ടിച്ചിട്ട് അതിനകത്ത് ഇഞ്ചിനീര് ചേർക്കുക. ഇഞ്ചിനീരും കൂടി ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് ആ വേദനയുള്ള ഭാഗത്ത് പുരട്ടി കഴിഞ്ഞാൽ കുറച്ചും കൂടി എളുപ്പത്തിൽ നമുക്ക് വേദന കുറക്കാൻ വേണ്ടി സഹായിക്കും. ഓക്കെ, അതൊക്കെ നമ്മൾ യൂസ് ചെയ്യുക. ഓരോരോ ആൾക്കാരും ഇതിനെ പറ്റിയിട്ട് പല പരീക്ഷണങ്ങൾ ചെയ്യുന്നവരുണ്ട്. അപ്പോൾ ആ രീതിയിൽ നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു റിസൾട്ട് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി സാധിക്കും. നമ്മുടെ ശരീരത്തിൽ നൈട്രിക് ഓക്സൈഡ് ധാരാളം നോനിയിലുണ്ട്. നൈട്രിക് ഓക്സൈഡ് ആണ് ഏറ്റവും അത്യാവശ്യമുള്ള ഒരു ഘടകം എന്ന് പറയുന്നത്. അപ്പൊ അത് നമ്മളെ ശരീരത്തിൽ ധാരാളം എത്തിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നോനിയിലൂടെ, അത് സെൽസ് റെജുവിനേഷനിലാണ് ഏറ്റവും കൂടുതൽ ഈ നൈട്രിക് ഓക്സൈഡ് ആവശ്യമായിട്ടുള്ളത്. അതുപോലെ തന്നെ നോനി കഴിച്ചാൽ ആമാശയത്തിൽ എത്തുമ്പോൾ അവിടെ ഉണ്ടാകുന്ന ഹൈഡ്രോക്ലോറിക് ആസിഡ് ഇതുകൂടി മിക്സ് ചെയ്തിട്ടാണ് ശരിക്കും നൈട്രിക് ആസിഡ് ആയിട്ട് ഇതിനെ പുറത്തേക്ക് വിടുന്നത്. മനസ്സിലായോ? അപ്പൊ വീണ്ടും സെൽസ് ഉണ്ടാവാൻ വേണ്ടിയിട്ട് നമുക്ക് സഹായിക്കുന്ന ഒരു വണ്ടർഫുൾ ആയിട്ടുള്ള പ്രൊഡക്റ്റ് ആണ് നോനി. അതുകൊണ്ട് തന്നെ നമ്മുടെ ശരീരത്തിലെ മെറ്റബോളിക് സിസ്റ്റത്തിനെ കറക്റ്റ് ചെയ്യാൻ വേണ്ടി, സ്ട്രെങ്ത് കൂട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് നോനി സഹായിക്കുന്നുണ്ട്. ഹൈ ഇമ്മ്യൂണിറ്റി കൂട്ടാൻ വേണ്ടി സഹായിക്കുന്ന ഒരു പ്രൊഡക്റ്റ്. നമ്മുടെ ഇമ്മ്യൂണിറ്റി കാറ്റഗറിയിൽ തന്നെയാണ് നോനി ഉള്ളത്. ഓർമ്മശക്തി വർദ്ധിപ്പിക്കാൻ വേണ്ടി സഹായിക്കും. വാദസംബന്ധമായിട്ടുള്ള അസുഖത്തിന് കുറയ്ക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നുണ്ട്. ആന്റി ഏജിങ് കറക്റ്റ് ആക്കാൻ വേണ്ടി സഹായിക്കുന്നുണ്ട്. ഹാർട്ട് ഡിസീസിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നുണ്ട്. നോനി കഴിക്കുമ്പോൾ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ധാരാളം വെള്ളം കുടിക്കണം. കാരണം നമ്മുടെ ശരീരത്തിൽ ടോക്സിൻസിനെയും കൂടിയാണ് ഇത് പുറത്തേക്ക് കളയുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് നോനി കഴിക്കുമ്പോൾ ധാരാളം വെള്ളം കുടിക്കണം. വേർപ്പിലൂടെയും മലത്തിലൂടെയും മൂത്രത്തിലൂടെ ഒക്കെയാണ് നമ്മളിത് ടോക്സിൻസിനെ വെളിയിൽ കളയുന്നത്. അതുകൊണ്ട് വെള്ളം കുടിച്ചിട്ടില്ലെങ്കിൽ നോനി കഴിച്ചുകൊണ്ട് പ്രോപ്പറായിട്ട് നമ്മുടെ ശരീരത്തിലേക്ക് ആഗിരണം ചെയ്യില്ല, പ്രോപ്പറായിട്ടുള്ള ആ ഗുണങ്ങൾ കിട്ടില്ല. അപ്പൊ വെള്ളം നിർബന്ധമായിട്ടും കുടിക്കണം. ഒത്തിരി ഡയാലിസിസ് ഒക്കെ ചെയ്ത് ഒരുപാട് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന വളരെ ക്രിട്ടിക്കൽ ആയിട്ടുള്ള സ്റ്റേജിലുള്ളവർക്ക് നോനി കൊടുക്കരുത്. അതിൽ പൊട്ടാസ്യം കണ്ടന്റ് ഒക്കെ ധാരാളം അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് അങ്ങനെയുള്ളവർക്ക് റെക്കമെൻഡ് ചെയ്യാൻ പാടില്ല. അതൊന്ന് ശ്രദ്ധിക്കുക. ആൾക്കാരോട് നമ്മൾ എന്ത് പ്രൊഡക്റ്റുകൾ കൊടുക്കുമ്പോൾ അവരുടെ കംപ്ലീറ്റ് ഹിസ്റ്ററി ചോദിക്കുക. കാരണം അവർക്ക് വേറെ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ, ഇതൊക്കെ ചോദിച്ച് മനസ്സിലാക്കിയതിനു ശേഷം മാത്രമേ നമുക്ക് ഏത് സപ്ലിമെന്റും റെക്കമെൻഡ് ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ നോനി ഒരു ബെസ്റ്റ് സ്റ്റെബിലൈസർ ആണ് നമ്മുടെ ശരീരത്തിലെ സംബന്ധിച്ച്. ഓക്കെ, അപ്പൊ നോനി ധാരാളം ഒരു മിനിറ്റ്. ജോയിന്റ് പെയിൻ ഉള്ളവർക്ക് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ കഴിക്കാൻ വേണ്ടി സാധിക്കും. നോനി, L-arginine, കോഎൻസൈം Q10, പ്രോട്ടീൻ, ഇതൊരു നല്ല കോമ്പിനേഷൻ ആയിട്ട് കൊടുത്തു കഴിഞ്ഞാൽ വളരെ നല്ല റിസൾട്ട് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി സാധിക്കും. ഓക്കെ, ഇത്രയാണ് നോനിയെ കുറിച്ച് പറയാനുള്ളത്. നോനി കഴിക്കുമെന്നുള്ള രീതി എന്ന് പറയുന്നത് ഭക്ഷണത്തിന് അരമണിക്കൂർ മുന്നേ കഴിക്കണം. ഭക്ഷണത്തിന് എപ്പോഴും അരമണിക്കൂർ മുന്നേ തന്നെ നോനി കഴിച്ചു കഴിഞ്ഞാലാണ് അതിന്റെ ഗുണങ്ങൾ കിട്ടുക. അപ്പൊ നമുക്ക് പ്രോപ്പർ ആയിട്ടുള്ള മോഷനും കാര്യങ്ങളൊക്കെ ഉണ്ടാകാൻ വേണ്ടി അത് സഹായിക്കുന്നുണ്ടാവും.
അപ്പോൾ ഒന്ന് വീതം 3 നേരം നമുക്ക് കഴിക്കാൻ വേണ്ടി സാധിക്കും. കൂടുതൽ പ്രോബ്ലംസ് ഉള്ളവർക്കൊക്കെ 1 വീതം 3 നേരം, ഇല്ലെങ്കിൽ 1 വീതം 2 നേരം കഴിക്കുക. ധാരാളം വെള്ളം കുടിക്കുക. ഭക്ഷണത്തിന് അരമണിക്കൂർ മുമ്പേ കഴിക്കുക. ഇത്രയൊന്നുമല്ല, ഇതിനെക്കാട്ടിയും ഒരുപാട് ഗുണങ്ങൾ നമുക്ക് നോനിയിൽ പറയാനുണ്ട്. ഞാൻ അതിനകത്തുള്ള കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞത്. അപ്പൊ ഇത്രയാണ് ആ ഫൗണ്ടേഷന്റെ കൂടെ തന്നെ നമ്മൾ കഴിക്കാൻ പറ്റാവുന്ന ഏറ്റവും കഴിക്കേണ്ടുന്ന ഒരു പ്രൊഡക്റ്റുകളെ കുറിച്ചാണ് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഇന്നും കൂടി പറഞ്ഞത്. ഇനി നമുക്ക് പറയാൻ വേണ്ടി പോകുന്നതെന്ന് വെച്ചാൽ, ലേഡീസിനെ സംബന്ധിച്ചിട്ട് ഏറ്റവും അനുഗ്രഹമായിട്ടുള്ള ഒരു കോമ്പിനേഷൻ പ്രൊഡക്റ്റുകൾ നമുക്ക് നമ്മുടെ കമ്പനി തന്നിട്ടുണ്ട്. അതിൽ ശതാവരി ആയാലും, അതുപോലെ തന്നെ ഫോളിക് ആൻഡ് അയൺ ആയി കഴിഞ്ഞാലും, ക്രാൻബെറി ആയി കഴിഞ്ഞാലും, ഇങ്ങനെ ലേഡീസിന് വേണ്ടി സെപ്പറേറ്റ്, കാരണം ലേഡീസിന്റെ ആരോഗ്യത്തിനും കൂടി കമ്പനി ഊന്നൽ കൊടുത്തുകൊണ്ടാണ് നമുക്ക് അത്തരം പ്രൊഡക്റ്റുകൾ നമുക്ക് തന്നിട്ടുള്ളത്. അപ്പോൾ അതിനകത്ത് ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണ് ഫോളിക് ആൻഡ് അയൺ എന്ന് പറയുന്നത്. ഫോളിക് ആൻഡ് അയൺ ഇന്ന് അയൺ ഡെഫിഷ്യൻസി കൊണ്ട് നിരവധി ആൾക്കാരാണ് അയൺ ടാബ്ലറ്റ്, പുറത്തുനിന്നുള്ള അയൺ ടാബ്ലറ്റ് കഴിക്കുന്നത്. സിന്തറ്റിക് ആയിട്ട് നിർമ്മിച്ചിട്ടുള്ള അയൺ ടാബ്ലറ്റ് ആണ് ഏറ്റവും കൂടുതൽ മാർക്കറ്റിൽ ലഭിക്കുന്നത്. ഇന്നൊരു പ്രഗ്നന്റ് ആയിട്ടുള്ള ലേഡിക്ക് പോലും ഇന്ന് നമ്മുടെ ആരോഗ്യ മേഖലയിൽ നിന്നും ഒരുപാട് ആൾക്കാർ നമുക്ക് വീടുകളിലൊക്കെ പോയിട്ട് അയൺ ടാബ്ലറ്റ് കൊടുക്കുന്ന രീതിയുണ്ട്. അപ്പോൾ ശരിക്കും നമുക്ക് പ്രോപ്പറായിട്ട് നല്ല അയണിനെ കണ്ടുപിടിക്കാൻ ഉള്ള എളുപ്പമാർഗം, നമ്മൾ മാഗ്നറ്റ്, കാന്തത്തിനകത്ത് അയൺ ടാബ്ലറ്റ് കൊണ്ടുവച്ച് കഴിഞ്ഞാൽ അത് പിടിക്കുന്നുണ്ട്, കാന്തവുമായിട്ട് ആകർഷിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ അകത്ത് പ്രോപ്പറായിട്ടുള്ള സിന്തറ്റിക് ആയിട്ടുള്ള അയൺ ടാബ്ലറ്റ് ആണെന്ന് നമുക്ക് പറയാൻ വേണ്ടി സാധിക്കും. അപ്പൊ അത് നമ്മളൊന്ന് ഇത് ജസ്റ്റ് ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും അതിൻ്റെ അകത്ത്. അപ്പൊ ഇത് എന്താ ചെയ്യുക, ഇത് നമ്മൾ കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ പല ജോയിന്റുകളിലും അവിടെ ഇവിടെയൊക്കെ പോയിട്ട് അടിഞ്ഞുകൂടും. നമുക്ക് പെയിനും കാര്യങ്ങളൊക്കെ ഉണ്ടാവാൻ വേണ്ടിയിട്ട്, ജോയിന്റ് പെയിനൊക്കെ ഉണ്ടാവാൻ വേണ്ടിയിട്ട് ഒരു പരിധിവരെ കാരണക്കാരനും ആവുന്നുണ്ട് മാർക്കറ്റിൽ കിട്ടുന്ന അയൺ ടാബ്ലറ്റ് എന്ന് പറയുന്നത്. നമ്മുടെ അയൺ ടാബ്ലറ്റ്, നമുക്ക് അയൺ പ്രോപ്പറായിട്ട് നമ്മുടെ ശരീരത്തിലേക്ക് ആഗിരണം ചെയ്യാൻ പറ്റും. അതിന്റെ കൂടെ ഫോളിക്കും കൂടി ചേർന്നാലാണ് പ്രോപ്പറായിട്ട് നമ്മുടെ ശരീരത്തിൽ അയൺ ആഗിരണം ചെയ്യുക. മാർക്കറ്റിൽ കിട്ടുന്നതിൽ ഉണ്ടാവാറില്ല. ചില കമ്പനികൾ ഉണ്ടാക്കുന്നുണ്ടോ എന്ന് അത് ശരിക്കും അതിന്റെ കണ്ടന്റ് ശരിക്കും ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. ഇപ്പൊ ഫോളിക് ആൻഡ് അയൺ, നമുക്ക് അയണിന്റെ കൂടെ ഫോളിക്കും കൂടി ചേർന്നാലാണ് അതിന്റെ ഗുണങ്ങൾ ശരിക്കും കിട്ടുക എന്നുള്ളതാണ് പറയാനുള്ളത്. ഇതിൽ നമുക്ക് ഇത് കഴിച്ചാലുള്ള ഗുണങ്ങൾ എന്ന് പറയുന്നത്, സ്കിന്നിൽ ചുളിവുകൾ ഇതൊക്കെ ഇല്ലാതിരിക്കാൻ വേണ്ടി സഹായിക്കും. ഇതിൽ നമുക്ക് ജസ്റ്റ് നമുക്കൊന്ന് ഇത് നോക്കാം. 4 മുതൽ 8 വയസ്സ് വരെയുള്ളവർക്ക് തന്നെ 10 ml ആവശ്യമാണ്. അതുപോലെ തന്നെ 9 മുതൽ 13 വയസ്സിലേക്ക് 13 ml ആവശ്യമാണ്. 14 മുതൽ 18 വരെ 400 ആവശ്യമാണ്. 19 മുകളിൽ 400 mg ആവശ്യമാണ്. ഇപ്പൊ ഒരു പ്രഗ്നന്റ് ആയിട്ടുള്ള ആൾക്കാരൊക്കെയാണ് 500 ml കൂടുതൽ നമുക്ക് ഈ ഫോളിക് ആൻഡ് അയൺ അത്യാവശ്യമാണ്. ഇപ്പൊ അസിഡിറ്റി, അതുപോലെ തന്നെ ഗ്യാസ് ട്രബിൾ പ്രോബ്ലം ഉണ്ടെങ്കിൽ, ശരീരത്തിൽ അയണിന്റെ കുറവ് ഉള്ളവർക്കും ഈ ഒരു പ്രോബ്ലംസ് ഉണ്ടാവാം. അപ്പോൾ അങ്ങനെയുള്ളവരും നമ്മൾക്ക് എന്ത് കഴിച്ചിട്ടും റെഡിയാവുന്നില്ലെങ്കിൽ അതിന്റെ കൂടെ ഫോളിക് ആൻഡ് അയൺ ടാബ്ലറ്റ് ആഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതുപോലെ തന്നെ അൾസർ ഉള്ളവർക്കും ഇതിന്റെ അയണിന്റെ ഡെഫിഷ്യൻസി ഉണ്ടാവാം. ഫോളിക് ആൻഡ് അയൺ പ്ലസിൽ വൈറ്റമിൻ B12 ആൻഡ് സിയും ഇതൊക്കെ നമുക്ക് അടങ്ങിയിട്ടുണ്ട്. B9 ഒക്കെ അടങ്ങിയിട്ടുണ്ട്. ഇനി ഫോളിക്കിന്റെ ഗുണങ്ങൾ എന്തൊക്കെയാന്ന് പറഞ്ഞാൽ, ബ്ലഡ് സെൽസിനെ ഉണ്ടാക്കാൻ വേണ്ടി, കറക്റ്റ് ആക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നു. വിളർച്ചയെ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടി സഹായിക്കുന്നു. ജനറ്റിക് ആയിട്ടുള്ള വൈകല്യങ്ങൾ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നു. പ്രോപ്പർ ആയിട്ടുള്ള ബ്രെയിൻ ഫങ്ഷൻ നിലനിർത്താൻ വേണ്ടി സഹായിക്കുന്നു. അതുപോലെ തന്നെ ഡിപ്രഷൻ മോഡിലേക്ക് പോകാതിരിക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നുണ്ട്. ഇമ്മ്യൂണിറ്റി ബൂസ്റ്റ് ചെയ്യാനും സഹായിക്കുന്നുണ്ട്. പ്രോട്ടീൻ പ്രോപ്പറായിട്ട് നമ്മുടെ ശരീരത്തിലേക്ക് ആഗിരണം ചെയ്യാൻ, ചില ആൾക്കാർക്ക് ഈ അയണിന്റെ ഡെഫിഷ്യൻസി ഒക്കെ ഉള്ളവർക്ക് എത്ര കഴിച്ചാലും നമ്മുടെ പ്രോട്ടീൻ പൗഡർ ആഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ പോലും നമുക്ക് പ്രോപ്പറായിട്ട് ശരീരത്തിലേക്ക് എത്തിക്കാൻ വേണ്ടി സാധിക്കുന്നില്ല. അപ്പൊ അവിടെ അയണിന്റെ കുറവുണ്ടെങ്കിൽ അതും കൂടി, അതുകൊണ്ടാണ് എല്ലാം നമുക്കൊരു കോമ്പിനേഷൻ ആയിട്ട് നമ്മൾ കഴിക്കണം എന്ന് പറയുന്നത്. അതിൻ്റെ അകത്ത് വില കൂടിയ സാധനങ്ങളൊക്കെ ഒഴിവാക്കി വില കുറഞ്ഞ സാധനങ്ങൾ മാത്രം കഴിച്ചുകൊണ്ട് നമുക്ക് യാതൊരുവിധ ഗുണങ്ങളും അതിൻ്റെ അകത്ത് കിട്ടാനില്ല. അപ്പൊ കോമ്പിനേഷൻ പറഞ്ഞു കഴിഞ്ഞാൽ പല ആൾക്കാരും ചോദിക്കാറുണ്ട്, അത് കഴിക്കണോ സാറേ, അതിൻ്റെ അകത്ത് വില കൂടുതലല്ലേ എന്നൊക്കെ പറയുന്ന ആൾക്കാരുണ്ട്. അപ്പൊ നിർബന്ധമായിട്ടും കോമ്പിനേഷൻ പറഞ്ഞു കഴിഞ്ഞാൽ കോമ്പിനേഷൻ ആയിട്ട് തന്നെ കഴിക്കുക. അപ്പൊ മുടി കൊഴിച്ചല്, നഖം പൊട്ടല്, ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉള്ളവർക്ക് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു പ്രോഡക്റ്റ് ആണ് ഫോളിക് ആൻഡ് അയൺ. ഫോളിക്കിന്റെ കാര്യങ്ങളാണ് പറഞ്ഞത്. ഇപ്പൊ അയണിന്റെ ഇതാണ് കാര്യങ്ങളെ കുറിച്ച് നോക്കുകയാണെങ്കിൽ, മസിൽ ഫങ്ഷന്, ചില ആൾക്കാർക്ക് ഉണ്ടാവില്ല, എപ്പോഴും മസിൽ കയറുന്ന അവസ്ഥ ഇവരൊക്കെ ഉണ്ടാവും. അപ്പൊ അവിടെ അയണിന്റെ കുറവ് ഉണ്ട് എന്നുള്ളതാണ് വ്യക്തമാക്കേണ്ടത്. അപ്പൊ അവര് നിർബന്ധമായിട്ടും കഴിക്കണം. ഇപ്പൊ രാവിലെയൊക്കെ
പുലർച്ചക്കൊക്കെ എഴുന്നേൽക്കുന്ന സമയത്ത് മസിൽ കയറുന്ന പ്രശ്നങ്ങളൊക്കെ ഉള്ളവർക്ക് അയണിന്റെ കുറവ് ഉണ്ടാവാം. അപ്പൊ അവര് ഇത് നമ്മൾ ആഡ് ചെയ്ത് കഴിക്കുക. അതുപോലെ കുട്ടികൾ പ്രോപ്പർ ആയിട്ടുള്ള വളർച്ച ഉണ്ടാവാൻ വേണ്ടിയിട്ട് നമ്മൾ അമ്മമാരൊക്കെ കഴിക്കണം, പ്രഗ്നൻസി ടൈമിലൊക്കെ കഴിക്കണം. അതുപോലെ തന്നെ ബ്ലഡ് ലോസ് നികത്താൻ വേണ്ടിയിട്ട് സഹായിക്കുന്നു. കുഞ്ഞുങ്ങളും മുതിർന്നവരും ഉറക്കം തൂങ്ങുന്ന അവസ്ഥ, ചില ആളുകൾ ഉണ്ടാവില്ല, ഏത് സമയത്ത് പെട്ടെന്ന് ഇരുന്ന് കഴിഞ്ഞാൽ തന്നെ ഉറക്കം തൂങ്ങുന്ന അവസ്ഥ, അങ്ങനെയുള്ള അവസ്ഥയുള്ളവർക്കൊക്കെ അയണിന്റെ കുറവുണ്ട്. അപ്പൊ അവരും നമുക്ക് കഴിക്കണം. പ്രഗ്നൻസി ടൈമിൽ ബ്ലഡ് സർക്കുലേഷനും ഇതൊക്കെ പ്രോപ്പർ ആവാൻ വേണ്ടിയിട്ട് സഹായിക്കണം. ഇങ്ങനെ നിരവധി ഗുണങ്ങളാണ് ഫോളിക് ആൻഡ് അയണിനെ കുറിച്ചിട്ട് നമുക്ക് പറയാനുള്ളത്. ഫോളിക് ആൻഡ് അയണിനെ കുറിച്ച് രണ്ടും കൂടി സംയോജിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ, സ്കിന്നിന്റെ ചുളിവുകളൊക്കെ തടയാൻ വേണ്ടി സഹായിക്കും, ബ്ലഡിന്റെ ക്വാളിറ്റി കൂട്ടാൻ വേണ്ടിയിട്ട് സഹായിക്കും, അതിന്റെ കളറൊക്കെ ബ്ലഡിന്റെ കളറൊക്കെ കറക്റ്റ് ആക്കാൻ വേണ്ടിയിട്ട് സഹായിക്കും, എല്ലുകളുടെ ബലത്തിനും സഹായിക്കുന്നുണ്ട്, ബ്ലഡ് പ്രോപ്പർ സർക്കുലേഷൻ സഹായിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ലിപ്സ്, ചില ആൾക്കാർക്ക് ഉണ്ടാവില്ല, പെട്ടെന്ന് ഈ ഷുഗർ ഒക്കെ ഉള്ളവർക്കാണ് അത് കൂടുതലായിട്ടും വരുന്നത്, ലിപ്സ് വരണ്ടു പോകുന്ന അവസ്ഥ, അത് ഇല്ലായ്മ ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നുണ്ട്. നഖം, ചിലർക്ക് വെളുത്ത നഖം, നഖത്തിന്റെ സെന്ററിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ വെളുത്തിരിക്കുന്നതായിട്ട് കാണാൻ പറ്റും. അങ്ങനെയുള്ളവർക്കും അയണിന്റെ കുറവ് കൊണ്ട് വരാം. അപ്പൊ അവരും പ്രോപ്പറായിട്ട് നമ്മൾ ഫോളിക് ആൻഡ് അയൺ കൊടുക്കണം. അതുപോലെ തന്നെ കിഡ്നി, അതുപോലെ തന്നെ ലിവർ, ഐ, അതുപോലെ തന്നെ മസിൽസ്, ഇതിന്റെ ഇങ്ങനെയുള്ള ഓർഗൻസിനൊക്കെ പ്രോപ്പർ ഫങ്ഷനും സഹായിക്കുന്നു. അതുപോലെ തന്നെ മെമ്മറി കൂട്ടാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നുണ്ട്. ചില ആൾ പറയുന്നുണ്ട് ഓർമ്മകൾ പെട്ടെന്ന് നമ്മൾ എന്തെങ്കിലും ചോദിച്ചു അത് പെട്ടെന്ന് മനസ്സിലേക്ക് വരുന്നുണ്ടാവും, പക്ഷെ പുറത്തേക്ക് വരില്ല. അങ്ങനെയില്ല പ്രശ്നങ്ങളില്ലവരുണ്ടാവും. അവര് ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഈ അയണിന്റെ ഡെഫിഷ്യൻസി ഉണ്ടെങ്കിൽ നമ്മൾക്ക് കൊടുക്കാവുന്നതാണ്. വെച്ച സാധനം മറന്നു പോവുക, ഇങ്ങനെയൊക്കെ നമ്മൾ സ്ഥിരമായിട്ട് കാണുന്നതാണ്. അവർക്കൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് സഹായിക്കണം. അതുപോലെ തന്നെ പെർഫോമൻസ് കറക്റ്റ് അല്ലെങ്കിൽ നമ്മുടെ അത് ഈ പറഞ്ഞ കാര്യങ്ങൾ തന്നെ പെട്ടെന്ന് മറന്നു പോവുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇൻഫെക്ഷൻ തടയാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നു. വെയിറ്റ് കുറക്കാനും കൂട്ടാനും അതൊന്ന് പ്രോപ്പർ ആക്കാൻ വേണ്ടിയിട്ട് ഈ അയണിന്റെ ഡെഫിഷ്യൻസി ഉള്ളവർക്ക് കൊടുത്തു കഴിഞ്ഞാൽ സഹായിക്കും. ഇങ്ങനെ പറഞ്ഞാലും തീരാതെ അത്രയും ഇനിയും ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. ഇത്രയും ഗുണങ്ങൾ ഉള്ള ഒരു പ്രൊഡക്റ്റ് ആണ് ഫോളിക് ആൻഡ് അയൺ. അയൺ മാത്രം കഴിച്ചുകൊണ്ട് കാര്യമില്ല, അതിൽ ഫോളിക്കും കൂടി ഉള്ളത് കൊണ്ട് ശരീരത്തിൽ പ്രോപ്പറായിട്ട് ആഗിരണം ചെയ്യും. ഇത് കഴിക്കേണ്ടത് വെച്ചാൽ രാവിലെയും രാത്രിയിലുമാണ് കഴിക്കേണ്ടത്. അത് കൃത്യമായിട്ട് ആ ഡോസേജിൽ തന്നെ കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെയുള്ള പ്രോബ്ലംസ്, ശരിക്കും ലേഡീസ് ഒക്കെ എന്ന് പറഞ്ഞാൽ ഒരു 30 വയസ്സും ഒക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും നിർബന്ധമായിട്ടും കഴിക്കണം. പ്രഗ്നൻസി ആഗ്രഹിക്കുന്നവർ കഴിക്കണം, അങ്ങനെയുള്ളവരും കഴിക്കണം. ഓക്കെ, ഇങ്ങനെയുള്ളവർക്കൊക്കെ നമുക്ക് റെക്കമെൻഡ് ചെയ്യാൻ പറ്റുന്ന വളരെ ചെറിയ റേറ്റിൽ ഇന്ന് ഒരുപാട് ആൾക്കാർ ഇൻജക്ട് ഒക്കെ ചെയ്തിട്ട്, കാരണം അതിന്റെ ഡെഫിഷ്യൻസി കൊണ്ട് മുടിയില്ലാത്തതും നടക്കാൻ പോലും പറ്റാത്ത ഒരുപാട് ആൾക്കാരുണ്ട്. അവരൊക്കെ ഇൻജക്ട് ചെയ്തുകൊണ്ടാണ് ഇതൊക്കെ നമ്മുടെ ശരീരത്തിലേക്ക് ഹോസ്പിറ്റലിൽ പോയി അഡ്മിറ്റ് ചെയ്യേണ്ട അവസ്ഥകൾ വരുന്നുണ്ട്. കുറെ ആൾക്കാർക്കിടെ കഴിഞ്ഞ ദിവസം ഒരു 2 ദിവസം മുന്നേ എന്നെ ഒരാൾ വിളിച്ചിട്ടുണ്ടെന്ന്, അവർക്ക് അയൺ കണ്ടന്റ് അത്രയും ലോ ആണ്, അവർ ഇപ്പം ഇൻജക്ട് ചെയ്തുകൊണ്ട് എടുക്കുകയാണ്. അപ്പോൾ അങ്ങനെയുള്ളവർക്കൊക്കെ കൊടുക്കാൻ പറ്റുന്ന വളരെ ചെറിയ റേറ്റിൽ നല്ല ക്വാളിറ്റി പ്രൊഡക്റ്റ് പ്രൊവൈഡ് ചെയ്യുന്ന കമ്പനിയാണ് വെസ്റ്റീജ് മാർക്കറ്റിംഗ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറയുന്ന കമ്പനി ഉത്പാദിപ്പിക്കുന്ന ഫോളിക് ആൻഡ് അയൺ. ഓക്കെ, എല്ലാവർക്കും റെക്കമെൻഡ് ചെയ്യുക, എല്ലാവരും യൂസ് ചെയ്യുക. അടുത്ത ഒരു പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് ശതാവരി മാക്സ് ആണ്. ശതാവരിയെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. ലേഡീസിനെ സംബന്ധിച്ച് ഇവിടെ നിരവധി ആൾക്കാർ ഉപയോഗിക്കുന്നതാണ്, നിരവധി റിസൾട്ടുകളും ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രൊഡക്റ്റ് ആണ് ശതാവരി മാക്സ്. ലേഡീസിനുള്ള ഒരു വരദാനം എന്നുള്ളതാണ്. പ്രൈസ് ഒക്കെ നിങ്ങൾ സൈറ്റിൽ പോയി നോക്കുക, ഇല്ലെങ്കിൽ നിങ്ങളുടെ ആക്റ്റീവ് ആയിട്ടുള്ള അപ്ലൈനോട് ചോദിക്കുക. ശതാവരി മാക്സ് എന്ന് പറഞ്ഞാൽ ലേഡീസിനെ ഒരു വരദാനം എന്ന് പറയാം അല്ലെ. നമ്മൾ ശതാവരി കിഴങ്ങിൽ നിന്നാണ് നമ്മൾ ഈ ഒരു എക്സ്ട്രാക്ട് ചെയ്തിട്ടാണ് ഈ ഒരു ക്യാപ്സൂൾ നിർമ്മിച്ചിരിക്കുന്നത്. നിരവധി ഗുണങ്ങൾ ലേഡീസിനെ സംബന്ധിച്ച് ഒരു 30-35 വയസ്സ് കഴിഞ്ഞിട്ടുള്ള ഇവിടെ ഇരിക്കുന്ന എല്ലാവരും കഴിക്കാൻ വേണ്ടി പറ്റുന്ന ഏറ്റവും എക്സലന്റ് ആയിട്ടുള്ള, അവർക്കുള്ള ഒരു വരദാനം എന്ന് തന്നെ പറയാൻ പറ്റുന്ന ഒരു പ്രോഡക്റ്റ് ആണ് ശതാവരി എന്ന് പറയുന്നത്. ശതാവരി മാക്സ് നമ്മൾ എല്ലാവരും നിർബന്ധമായിട്ടും കഴിക്കുക. കാരണം മെനോപോസിസ് ഒക്കെ അടുത്തുകൊണ്ടിരിക്കുന്നവർക്കൊക്കെ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവുന്നുണ്ട്. അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് കൊടുക്കാൻ വേണ്ടി പറ്റും. അമിതമായിട്ടുള്ള രോമ വളർച്ച, മുടി കൊഴിച്ചില്, അടിവയറ്റില് വേദന, PCOD, ഇങ്ങനെ അതുപോലെ തന്നെ 3 മാസം ജനിച്ച് 3 മാസം കഴിയുമ്പോൾ തന്നെ കുഞ്ഞിന് ഹാർട്ടിനൊക്കെ ബീറ്റ് ഒക്കെ പ്രശ്നങ്ങളുള്ളവര്, അവരൊക്കെ മുലപ്പാല് കൊടുക്കുന്ന അമ്മമാര്, ഇവരൊക്കെ നമുക്ക് കഴിക്കാൻ വേണ്ടി പറ്റുന്ന ഒരു പ്രൊഡക്റ്റ് ആണ് ശതാവരി മാക്സ് എന്ന് പറയുന്നത്. ഈ മെനോപോസ് സമയത്ത് ഞാൻ പറഞ്ഞു, അങ്ങനെയുള്ളവർക്കൊക്കെ അവസാന സമയത്തൊക്കെ എത്തുന്ന പ്രശ്നങ്ങൾ ഉണ്ടാവുന്നവര്, ഛർദി, അതുപോലെ തന്നെ ഓക്കാനം, അടിവയറ്റിൽ നീർക്കെട്ട്,
ഇങ്ങനെയുള്ള ലക്ഷണങ്ങളുള്ള സ്ത്രീകളൊക്കെ കഴിക്കണം. ഹോർമോൺ ബാലൻസ് മെയിൻ ആയിട്ട് കൺട്രോൾ ചെയ്യുന്ന ഹോർമോൺ ഇംബാലൻസ് ആണ്. ഇറഗുലർ ആയിട്ടുള്ള പീരീഡ്സ് അത് പുരുഷന്മാർക്കും കഴിക്കാം കേട്ടോ. തൈറോയിഡിന്റെ ഗ്ലാൻഡും ഇതൊക്കെ ഇറഗുലർ ആയിട്ട് വരുന്ന ഹോർമോൺ ഇംബാലൻസ് ഉള്ള എല്ലാവർക്കും കഴിക്കാൻ വേണ്ടി സാധിക്കുന്ന ഒരു വണ്ടർഫുൾ ആയിട്ടുള്ള പ്രൊഡക്റ്റ് ആണ് ശതാവരി മാക്സ്. ശ്രീ ചിലപ്പോ ചില ലേഡീസിലൊക്കെ ഭയങ്കര ഹീറ്റ് ആയിരിക്കും, ബോഡി തൊട്ട് കഴിഞ്ഞാൽ ഭയങ്കര ഹീറ്റ് ആയിരിക്കും. അങ്ങനെയുള്ള ഹീറ്റ് ഉള്ള ലേഡീസിനെ തണുപ്പിക്കാൻ വേണ്ടി, അവരുടെ ശരീരത്തെ തണുപ്പിക്കാൻ വേണ്ടി സഹായിക്കുന്ന ഒരു പ്രൊഡക്റ്റും കൂടിയാണ് ശതാവരി മാക്സ്. പറഞ്ഞു ഹോർമോൺ ഇംബാലൻസിനെ അത് 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 തന്നെയാണ് ഏറ്റവും വലിയൊരു പ്രത്യേകത. ഹോർമോൺ ഇംബാലൻസിനെ കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഏറ്റവും മുടി കൊഴിച്ചൽ, ഹോർമോൺ ഇംബാലൻസ് കൊണ്ട് മുടി കൊഴിച്ചലും അതുപോലെ തന്നെ ശരീരം ചുളിഞ്ഞു തൈറോയിഡ് പ്രശ്നങ്ങൾ, കുട്ടികളില്ലാത്ത പ്രശ്നങ്ങൾ, ഇങ്ങനെ നിരവധി പ്രശ്നങ്ങളാണ് ഹോർമോൺ ഇംബാലൻസ്. വളർച്ച, നമുക്ക് ക്ഷീണം അനുഭവപ്പെടുക, വിളർച്ച, ഇതൊക്കെ അനുഭവപ്പെടുക, അതിനൊക്കെ കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു പ്രൊഡക്റ്റ് ആണ് ശതാവരി മാക്സ്. അതിൻ്റെ അകത്ത് അടങ്ങിയിരിക്കുന്ന കണ്ടന്റ് എന്ന് പറഞ്ഞാൽ അത്രയും എക്സലന്റ് ആണ്. നമ്മുടെ ശതാവരിയുടെ കൂടെ തന്നെ അശോകം ഉണ്ട്. പീരീഡ് സമയത്ത് ഉണ്ടാകുന്ന വയറുവേദനയൊക്കെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് ഒരു പരിധിവരെ സഹായിക്കുന്നു. വയറുവേദന നമുക്ക് കുറക്കാൻ വേണ്ടി പറ്റുന്ന മറ്റൊരു പ്രൊഡക്റ്റ് ആണ് പഞ്ചതുളസി നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ ഈ പീരീഡ് സമയത്തുള്ള വയറുവേദനയൊക്കെ മാറ്റാൻ വേണ്ടി സഹായിക്കും. അതിന്റെ കൂടെ തന്നെ ശതാവരിയും കൂടി കഴിച്ചാൽ ഒന്നും കൂടി എഫക്റ്റ് കൂടുന്നുണ്ടാവും. പീരീഡ്സ് കറക്റ്റ് ആവാൻ വേണ്ടി സഹായിക്കും. ഗർഭപാത്രത്തിന്റെ ആരോഗ്യത്തിനെ സഹായിക്കും. ആ സമയത്ത് PCOD കാര്യങ്ങളൊക്കെ കുറക്കാനും ഇല്ലായ്മ ചെയ്യാനും ഒക്കെ സഹായിക്കുന്നുണ്ട്. അടുത്തൊരു കണ്ടന്റ് ആണ് ഇരട്ടി മധുരം. ഈസ്ട്രജന്റെ പ്രവർത്തനത്തെ പ്രോപ്പർ ആക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന ഒരു പ്രൊഡക്റ്റ് ആണ്. ഈസ്ട്രജന്റെ പ്രവർത്തനം കറക്റ്റ് ആയാലും നമുക്ക് ആ മെൻസ്ട്രൽ സർക്കിളും കാര്യങ്ങളും ഒക്കെ ക്ലിയർ ആവുള്ളൂ. ഇത് നമുക്ക് കഴിക്കേണ്ട വിധം എന്ന് പറഞ്ഞാൽ 1 വീതം 3 നേരം കഴിക്കാം. ഭക്ഷണത്തിന് ശേഷം കഴിച്ചാൽ മതി. ഇതിന്റെ ഗുണങ്ങൾ ഒന്നും കൂടി പറയാം. മൂഡ് സ്വിങ്സ് ഒക്കെ ഉള്ളവർക്ക് അത് കുറക്കാൻ വേണ്ടി സഹായിക്കും. നമ്മുടെ പ്രഗ്നൻസി ടൈമിൽ ഉണ്ടാകുന്ന എഗ്സിന്റെ ക്വാളിറ്റി ഒക്കെ കൂട്ടാൻ വേണ്ടി സഹായിക്കും. ലൂബ്രിക്കേഷൻ പ്രോപ്പർ ആക്കാൻ വേണ്ടി സഹായിക്കും. വജൈനയിൽ വരണ്ടു പോകാതിരിക്കാൻ വേണ്ടി സഹായിക്കും. 30 വയസ്സിനുള്ള എല്ലാവരും കഴിക്കണം. അതുപോലെ തന്നെ ഇറഗുലർ ആയിട്ടുള്ള പീരീഡ്സ് ഇല്ലായ്മ ചെയ്യാൻ വേണ്ടി സഹായിക്കും. വൈറ്റ് ഡിസ്ചാർജ് കുറക്കാനും ഇല്ലായ്മ ചെയ്യാനും സഹായിക്കുന്നുണ്ട്. വീണ്ടും അമ്മയാവാനുള്ള അവർക്ക് വേണ്ടുന്ന സ്ട്രെങ്ത് കൂട്ടാൻ വേണ്ടി സഹായിക്കും. കുഞ്ഞുങ്ങളുണ്ടാവുന്ന ഈ സ്ട്രെസ്, അതുപോലെ തന്നെ ഒരു മിനിറ്റ്, പ്രഗ്നൻസി ടൈമിൽ ഒക്കെ കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് നല്ല വളരുന്ന കുട്ടികൾക്കുണ്ടാവുന്ന സ്ട്രെസ്, അങ്ങനെയുള്ള കുറെ പ്രശ്നങ്ങൾ നമുക്ക് ഒരു പരിധിവരെ കുറക്കാൻ വേണ്ടി സഹായിക്കും. എല്ലുകളുടെ ആരോഗ്യത്തിനും ഇതിനെ സഹായിക്കുന്നുണ്ട്. കോശങ്ങളുടെ ആരോഗ്യത്തിന് സഹായിക്കുന്നുണ്ട്. യൂറിനറി ഇൻഫെക്ഷനും കാര്യങ്ങളും ഇല്ലാതിരിക്കാൻ വേണ്ടി ഒരു പരിധിവരെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. കാൽസ്യം അബ്സോർബ് ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നുണ്ട്. മുടിയുടെ തിക്നെസ് കൂടാൻ വേണ്ടി സഹായിക്കുന്നുണ്ട്. ഇതിന്റെ കണ്ടന്റിന്റെ അകത്ത് വരുന്ന ഓരോരോ ഗുണങ്ങളാണ് ഈ പറയുന്നത്. ഇങ്ങനെ നമുക്ക് എണ്ണിയാൽ ഒടുങ്ങാത്ത അത്രയും നല്ല എക്സലന്റ് ആയിട്ടുള്ള പ്രൊഡക്റ്റുകൾ ഉൽപ്പാദിപ്പിച്ച് തരുമ്പോൾ നമ്മൾ എല്ലാവരും, ഇവിടെ ഇരിക്കുന്ന എല്ലാവരും നിർബന്ധമായിട്ട് ഉപയോഗിക്കുക. അതിന്റെ റിസൾട്ട് മറ്റുള്ളവരോട് പറഞ്ഞു കൊടുക്കുക. ഇതിൻ്റെ അകത്ത് ഈ പറയുന്ന ഇപ്പൊ ഞാൻ പറഞ്ഞിട്ടുള്ള സപ്ലിമെന്റിൽ മരുന്നല്ല, ആ രീതിയിൽ തന്നെ നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് കൊടുക്കണം. സപ്ലിമെന്റ് ആണ്, ഫുഡാണ്. നമ്മൾ പ്രോപ്പറായിട്ട് കഴിക്കുവാണെങ്കിൽ, പറഞ്ഞ രീതിയിൽ തന്നെ കഴിക്കുവാണെങ്കിൽ, പറഞ്ഞ കൂടെ തന്നെ ഓരോ ഇതിന്റെ കൂടെ കഴിക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ പ്രോപ്പറായിട്ട് മനസ്സിലാക്കിക്കൊണ്ട് കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ എക്സലന്റ് ആയിട്ടുള്ള റിസൾട്ട് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി സാധിക്കും. എല്ലാവരും ഈ പറഞ്ഞ പ്രൊഡക്റ്റുകളൊക്കെ ഉപയോഗിക്കുക. ഗുണങ്ങൾ നമ്മൾ മറ്റുള്ളവരോട് ഷെയർ ചെയ്യുക. അത് ഞാൻ എടുത്തെടുത്ത് പറയാണ്. നിങ്ങളുടെ മനസ്സിൽ വെക്കാതെ നിങ്ങൾ മറ്റുള്ളവരോട് പറഞ്ഞു കൊടുക്കുമ്പോഴാണ് നിങ്ങളൊരു ടോപ്പ് ലീഡറും അല്ലെങ്കിൽ നല്ലൊരു വ്യക്തിയും അല്ലെങ്കിൽ നല്ലൊരു സർവീസ് മെന്റാലിറ്റി ഉള്ള ആൾക്കാരും ഒക്കെ ആയിട്ട് മാറുന്നുണ്ടാവുക. അങ്ങനെ എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. താങ്ക് യു. വിഷ് യു വെൽത്ത്. എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കാം. ഓക്കെ, താങ്ക് യു. താങ്ക് യു വിനോദ് സാർ. ഇവിടെ റെക്കോർഡ് സെഷൻ ഉണ്ട്, ഇത് ചില ഗ്രൂപ്പിൽ ഇട്ടുതരാം. ഈ സെഷൻ ഒന്നും കൂടെ നിങ്ങൾ കേട്ടിട്ട് നോട്ട് ചെയ്ത് നോക്കും കേട്ടോ. ഇപ്പൊ രാവിലെ ആണെങ്കിൽ ചിലപ്പോൾ നിങ്ങൾ നോട്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ടാവില്ല. ഇതിലുള്ള ഒരുവിധം എല്ലാ ഹെൽത്ത് പ്രോബ്ലത്തിനും വിനോദ് സാർ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് ഏത് പ്രൊഡക്റ്റ് ഉപയോഗിക്കണം എന്നുള്ളത്. പറ്റുവാണെങ്കിൽ ഇത് ഒന്നും കൂടെ കേട്ട് നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കും കേട്ടോ. ഈ 3 4 പ്രൊഡക്റ്റ് എന്താ പറഞ്ഞിരിക്കുന്നത് അതെല്ലാം എഴുതി വെക്കുവാണെങ്കിൽ നിങ്ങൾക്ക് ആരെങ്കിലും ചോദിച്ചാൽ അത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാനും ഒരു 2-3 ആൾക്കാർക്ക് നിങ്ങൾ പറയുമ്പോൾ നിങ്ങൾക്കത് നല്ലൊരു എക്സ്പീരിയൻസ് നോളജായി മാറുന്നുണ്ടോ, സ്ഥിരമായിട്ട് പറഞ്ഞു കൊടുക്കാൻ സാധിക്കുന്നുണ്ടോ. നമുക്കിത് നല്ലൊരു നോളജ് ഉണ്ടെങ്കിലാണ് ആരോടും സംസാരിക്കാനുള്ള കോൺഫിഡൻറ്റ് വർദ്ധിക്കുള്ളൂ. അപ്പോൾ ഇങ്ങനത്തെ ക്ലാസ് പറയൂ.
സാറേ, എൻ്റെ അമ്മാവിയമ്മയ്ക്ക് 25 വർഷമായിട്ട് ഈ മുട്ടുവേദനയായിരുന്നു. അപ്പൊ ആ മുട്ടിന്റെ ചിരട്ട എടുത്ത് കളയണമെന്ന് ഡോക്ടർ പറഞ്ഞു. മുട്ട് ശസ്ത്രക്രിയ ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പൊ അത് ഭയങ്കര നീരും കുഴിയും കാര്യങ്ങളൊക്കെ. അപ്പൊ കുറച്ച് മരുന്നേ ഇന്നലെ സപ്ലിമെന്റ് നമുക്ക് കിട്ടിയുള്ളൂ. അപ്പൊ അത് ഇനി എന്തൊക്കെയാ ഉപയോഗിക്കേണ്ടതെന്നൊന്ന് പറഞ്ഞു തരണം. കാൽസ്യവും ഗ്ലൂക്കോസൈമിനും പിന്നെ ആ, അബ്രോ വൈറ്റമിൻ ഡി. വൈറ്റമിൻ ഡി അതൊക്കെ കിട്ടിയിട്ടുള്ളൂ. അപ്പൊ ഇനി ഏതൊക്കെ മരുന്നുകൾ കഴിക്കണം, പിന്നെ അത് കഴിക്കേണ്ട രീതികളും ഒന്ന് പറഞ്ഞു തരണം. ഇന്ന് പറഞ്ഞ ടോപ്പിക് അല്ല ശരിക്കും പറഞ്ഞത്. കാരണം ഇന്ന് പറഞ്ഞ ടോപ്പിക് വേറെയാണ്. ആ പ്രോട്ടീൻ പൗഡർ വേണം, നോനി കഴിക്കണം. അപ്പൊ എത്ര അത് വയസ്സെന്ന് പിന്നെ പറഞ്ഞേ? സ്റ്റോക്ക് ഇല്ലാഞ്ഞിട്ടാണെന്ന് അറിയത്തില്ല. ഞാനിതിനെ പ്രത്യേകം പറഞ്ഞതായിരുന്നു. അപ്പൊ ഇത്രയും സപ്ലിമെന്റ് വന്നിട്ടുള്ളൂ. അപ്പൊ ഇനി അത് എങ്ങനെയാണെന്ന് അത് ഒന്നിച്ച് ഇത് കഴിക്കാൻ വരുമ്പോഴത്തേനും ഓൺലൈനിൽ നിങ്ങളെ ലീഡറുമായിട്ട് കമ്മ്യൂണിക്കേഷൻ ചെയ്യുക. ഓൺലൈനിൽ ഉണ്ടാവും, അല്ലെങ്കിൽ ഓഫ്ലൈനിൽ ഉണ്ടെങ്കിൽ അവിടെ പറ്റി മതി. ആ അപ്പൊ ഇത് ഇത്രയും ഒന്നിച്ച് തന്നെ കഴിക്കണം. പ്രോട്ടീൻ പൗഡറും ഇതെല്ലാം കൂടെ ഒന്നിച്ച് തന്നെ എല്ലാം കഴിക്കണം. കോംബയോട്ടിക്സും കൂടി ആഡ് ചെയ്യണം. കോംബയോട്ടിക്സ്. ഓക്കെ സാർ. അത് എത്ര നാൾ കഴിക്കണമെന്ന് വല്ലതും ഉണ്ടോ? നമ്മൾ നാളെ മരിച്ചു പോകുന്ന ആളാണോ? അല്ലല്ലോ. ഭക്ഷണം എപ്പോഴും കഴിക്കൂലേ? ഭക്ഷണത്തിന്റെ കൂടെ തന്നെ കഴിക്കുക. ക്ലിയറാവുന്നത് വരെ കഴിക്കുക. അതിനുശേഷവും കഴിക്കാം. അതിന്റെ കൂടെ തന്നെ കഴിക്കുക. ഇതൊക്കെ ഒരുപാട് പ്രാവശ്യം പറഞ്ഞിട്ടുള്ളതാണ്. മരുന്ന് കഴിക്കുമ്പോൾ അതിന്റെ കൂടെ തന്നെ അല്ല, കഴിക്കുക. പ്രായമുള്ളവരല്ലേ, നമുക്കിത് പറഞ്ഞു കൊടുക്കാനും ഒന്നും ഇത് ആയില്ലല്ലോ. അതൊക്കെ ലീഡറായിട്ട് കമ്മ്യൂണിക്കേഷൻ അവർക്കൊക്കെ ചെയ്യാം ഇത്രയും കേട്ടോ. വർഷം വേദന അനുഭവിച്ചത് കൊണ്ട് അവർക്ക് പെട്ടെന്ന് പിടിച്ചു നിർത്തണം വേദന. ആ ഒരു ഇതാ. അന്നേരം അതുകൊണ്ട് അതാ പറഞ്ഞ. പ്രോപ്പറായിട്ട് ഫുഡിന്റെ കൂടെ തന്നെ കഴിക്കുക. ഫുഡിന്റെ മുന്നേ കഴിക്കേണ്ട സാധനം ഉണ്ടെങ്കിൽ അത് ഫുഡിന്റെ മുന്നേ കഴിക്കുക. ഫുഡിന്റെ കൂടെ കഴിക്കേണ്ടതും ഫുഡിന് ശേഷം കഴിക്കേണ്ടതും ഒക്കെ ഉണ്ടെങ്കിൽ അത് അതേപോലെ കഴിക്കുക. അത് കാലൊക്കെ നല്ലപോലെ വളഞ്ഞ് ഭയങ്കര നീരൊക്കെയാ. ഇപ്പം വടിയിലൊക്കെ ഇപ്പൊ നടക്കുന്നത്. സ്റ്റെപ്പ് ഇറങ്ങാനൊന്നും പറ്റത്തില്ല. അപ്പൊ അവര് പറയുന്നേ അത് വിട്ടിരിക്കുവാണെന്നാണ്. നിങ്ങൾ ഉപയോഗിക്കും കേട്ടോ. ഉപയോഗിച്ചിട്ട് റിസൾട്ട് പറയും. ഉപയോഗിക്കുന്ന സമയത്ത് എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ ആ സമയത്തൊക്കെ കമ്മ്യൂണിക്കേഷൻ ചെയ്യുക. കാരണം ഇല്ലാതെ അയ്യോ അത് കഴിച്ചിട്ട് അങ്ങനെ ഉണ്ട് എന്ന് പറഞ്ഞ്, അല്ലെങ്കിൽ വേദന കൂടി എന്ന് പറഞ്ഞിട്ട് അവിടെ അതൊക്കെ സൈഡിൽ വെക്കാതെ ആ സമയത്തും എന്തൊക്കെ ആഡ് ചെയ്യണം എന്നുള്ളതൊക്കെ അന്നേരം പറഞ്ഞു തരുന്നുണ്ടാവും. പല ശരീരങ്ങളും പല രീതിയിലാണ് പ്രവർത്തിക്കുക. ഓക്കെ ഓക്കെ ഓക്കെ. നമ്മൾ ഇന്നത്തെ പ്രോഡക്റ്റ്, ഇന്ന് പറഞ്ഞ 3 പ്രോഡക്റ്റിനെ കുറിച്ച് ആയിരിക്കും ക്ലാരിറ്റി ഓണെ ചോദിക്കുക. അപ്പൊ അതാകുമ്പോൾ ഇന്ന് ചെയ്ത സെഷനിൽ ഉപകാരമായി മാറും. ശതാവരി ഫോളിക് പ്രോട്ടീൻ പൗഡറിനെ കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും? നോനി എല്ലാവരും കഴിക്കുക കേട്ടോ. നല്ല എക്സലന്റ് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണ് നോനി. നമ്മുടെ ടോക്സിൻസിനെയും ഒക്കെ പോഷകങ്ങളൊക്കെ കൃത്യമായിട്ട് നമ്മുടെ ശരീരത്തിലേക്ക് എത്തിക്കാൻ വേണ്ടി സഹായിക്കുന്ന വണ്ടർഫുൾ ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണ് നോനി. ഹലോ സാറേ, പിന്നെ പ്രോട്ടീൻ പൗഡർ ചില ആൾക്കാർക്ക് കുടിക്കാൻ ഭയങ്കര മടിയാണ്. അപ്പൊ നമ്മൾ അതിന് വരാ ചെറുതില്ലേ, അത് ഉപയോഗിക്കാൻ പറ്റില്ല? വാനില ചോക്ലേറ്റിന്റെ ഫ്ലേവർ ഉള്ളതല്ലേ, അത് നമുക്ക് കൊടുക്കാൻ പറ്റുമോ? മടിയാണ്, അത് രുചി കുറവല്ലേ. അപ്പൊ അവര് കഴിക്കാൻ ഭയങ്കര മടിയാണ്. അപ്പൊ അതിന് പകരം നമ്മൾ ആ പ്രോട്ടീൻ പൗഡറിന് പകരം വാനില എസൻസിന്റെ വാങ്ങിക്കൊടുക്കാൻ പറ്റുമോ? പാവയ്ക്ക കഴിക്കാൻ വേണ്ടിയിട്ട് എല്ലാവർക്കും ഇഷ്ടമില്ലാത്ത ഒരു സാധനമാണ് പാവയ്ക്ക എന്ന് പറയുന്നത് അല്ലെ. പക്ഷെ ഷുഗർ വന്നു കഴിഞ്ഞാലോ അവര് രാത്രിയിലെ ഫുഡ് ഒഴിവാക്കിക്കൊണ്ട് കണ്ണും പൂട്ടി കഴിക്കുന്ന ഒരു സാധനമാണ് പാവയ്ക്ക ജ്യൂസ് അല്ലെ. അപ്പോ ഇഷ്ടമില്ലാത്ത സാധനങ്ങൾ ഇഷ്ടപ്പെടുന്ന സമയത്ത് കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് പ്രോപ്പറായിട്ടുള്ള ആരോഗ്യം ഉണ്ടാവും. അല്ലെങ്കിൽ ആരോഗ്യം നശിച്ച സമയത്ത് നമ്മൾ ഈ കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടി വരും. ഇഷ്ടമില്ലാത്ത കാര്യങ്ങളൊക്കെ രണ്ട് പ്രോട്ടീൻ പൗഡറിൽ നമ്മൾക്ക് ഒരേ ഇതാണോ വരുന്നത്, അതോ രണ്ടും വെവ്വേറെ? പ്രോട്ടീൻ പൗഡറൊക്കെ കറക്റ്റ് ആണ്. നമുക്ക് കുട്ടികൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള രീതിയിൽ ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് അതിൻ്റെ അകത്ത് ചോക്ലേറ്റും വാനിലയും ആഡ് ചെയ്തിരിക്കുന്നത്. സോയാ പ്രോട്ടീൻ എന്ന് പറയുന്നത് അതിൻ്റെ അകത്ത് വേറെ ഫ്ലേവറോ കാര്യങ്ങളോ ഒന്നുമില്ല, ടേസ്റ്റോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല. എക്സലന്റ് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണ്. എല്ലാവരും കഴിക്കേണ്ടത് ശരിക്കും പറഞ്ഞാൽ സോയാ പ്രോട്ടീൻ ആണ്. അതിൻ്റെ അകത്ത് പ്രോട്ടീന്റെ കണ്ടന്റ് കൂടുതലാണ്. മറ്റേത് കുട്ടികളുടെ ഗ്രോത്തിന് വേണ്ടിയിട്ടുള്ള കണ്ടന്റും കൂടി ഞാൻ നേരത്തെ പറഞ്ഞു, വൈറ്റമിൻ എ ഇതൊക്കെ ആഡ് ചെയ്തിട്ടുള്ളതാണ്. അപ്പൊ ആ രീതിയിലാണ് അത് കൊടുക്കുന്നത്. കഴിക്കുന്നതുകൊണ്ട് ബുദ്ധിമുട്ടൊന്നുമില്ല. പക്ഷെ അത്രയും കണ്ടന്റ് കുറഞ്ഞിട്ടായിരിക്കും നമ്മുടെ ശരീരത്തിൽ
പ്രോട്ടീൻ എത്തുക. വേറെ പിന്നെ ക്വാളിറ്റിയിലോ കാര്യത്തിലോ ഒന്നിലും നമുക്ക് കോംപ്രമൈസ് ഇല്ല. എല്ലാം എക്സലന്റ് ആയിട്ടുള്ള പ്രൊഡക്റ്റ് തന്നെയാണ് തരുന്നത്. പക്ഷെ 18 വയസ്സ് കഴിഞ്ഞിട്ടുള്ള അല്ലെങ്കിൽ 12 വയസ്സ് കഴിഞ്ഞിട്ടുള്ള എല്ലാവരും കഴിക്കേണ്ട ഒരു പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ സോയ പ്രോട്ടീൻ ആണ്. ഓക്കെ ഓക്കെ. പറയൂ. ആർക്കും വേറെ ഒന്നും ചോദിക്കാനില്ലെങ്കിൽ നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. ഓക്കെ, താങ്ക് യു വിനോദ് സാർ. ഇതിലിപ്പോ ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ എല്ലാവരും ശ്രദ്ധിക്കേണ്ടത്, നമ്മളെല്ലാവരും ഒരു പ്രാവശ്യം ഒരു സപ്ലിമെന്റ്സിനെ കുറിച്ച് മനസ്സിലാക്കുന്ന കാര്യങ്ങളെല്ലാം നോട്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ ഇതിൽ എക്സ്പെർട്ടായി മാറുന്നുണ്ട്. നമ്മൾക്കൊരു വ്യക്തിയെ കണ്ടു കഴിഞ്ഞാൽ, നമ്മളൊരു പരിചയത്തിലുള്ള ആളെ കണ്ടു കഴിഞ്ഞാൽ ബിസിനസ് നമുക്ക് ഷെയർ ചെയ്യാൻ സാധിക്കും, ഈ പ്രൊഡക്റ്റിലൂടെ ഷെയർ ചെയ്യാൻ സാധിക്കുന്നുണ്ട്. നല്ല നോളജ് ഉണ്ടാവണം. കാരണം അല്ലെങ്കിൽ നമ്മൾ രോഗികളെ അന്വേഷിച്ച് നടക്കലും നമുക്കൊരു ഐഡിയ ഉണ്ടാവില്ല. അങ്ങനെ വിനോദ് സാറിനെ വിളിക്കാൻ അവസ്ഥയാക്കാതെ നിങ്ങളുടെ കാര്യങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. ഇപ്പൊ നോനി ഉപയോഗിക്കുന്ന സമയത്ത് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് ധാരാളം വെള്ളം കുടിക്കണം, ഇന്ന ആൾക്കാർക്ക് അത് കൊടുക്കണ്ട എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പൊ അതെല്ലാം നമ്മൾ ശ്രദ്ധിക്കണം. നമ്മളിപ്പോൾ നോനി ആയിരിക്കും കൊടുക്കുന്ന സമയത്ത് അവരോട് ചോദിക്കണം, CMD കൊടുക്കുന്ന സമയത്ത് ഒരു പ്രശ്നം എന്നൊക്കെ പറയാം. അപ്പൊ ഇതൊക്കെ നമ്മൾ നോട്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നല്ല നോളജ് വരണം. അപ്പോൾ നമ്മൾക്ക് പറയാനും നമ്മൾ പറയുന്നത് കേൾക്കുന്നവർക്ക് ഒരു കോൺഫിഡൻസ് വരും, നിങ്ങൾ അത്രത്തോളം വിശ്വാസത്തോടെ പറയുന്നതാണ്. എന്ത് കാര്യം നോട്ട് ചെയ്ത് വെക്കുക. എന്നാൽ നിങ്ങൾക്ക് പല കാര്യങ്ങളും നിങ്ങൾക്ക് തന്നെ ആൾക്കാർക്ക് ഷെയർ ചെയ്യാൻ സാധിക്കുന്നുണ്ടാവും. എന്തെങ്കിലും ഷെയർ ചെയ്യുന്ന സമയത്ത് ഒന്നുകൂടി ചോദിച്ച് കൺഫേം ആക്കി, ഇതാണ് ഞാൻ കൊടുക്കുന്നതിൽ നിന്ന് മാറ്റമുണ്ടോ, എന്തെങ്കിലും ഏടാക്കാനുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വീണ്ടും നമ്മുടെ അറിവ് വർദ്ധിക്കുന്നുണ്ട്. അതൊരു 10 പ്രാവശ്യം ചെയ്യുന്ന സമയത്ത് നമ്മൾ എക്സ്പെർട്ടായി മാറും. എല്ലാവരും എന്ത് കാര്യം, ഒരു ബുക്ക് അതിനായിട്ട് ഒരു സപ്ലിമെന്റ്സിന് വേണ്ടി ബുക്ക് മാറ്റി വെക്കുക, ഓരോ പേജുകളിൽ എഴുതി വെക്കുക അതിനെക്കുറിച്ചൊക്കെ. നമുക്ക് വലിയ പ്രൊഡക്റ്റ് സെഷൻ വരുന്ന സമയത്ത് കണ്ടിട്ടുണ്ടോ നിങ്ങൾ, വിനോദ് സാർക്ക് എല്ലാ കാര്യം എഴുതി വെക്കും. ഇത്രയും നോളജ് ഉണ്ടായിട്ടും ഒരു പ്രൊഡക്റ്റ് സെഷൻ വരുമ്പോൾ അത് കംപ്ലീറ്റ് എഴുതി വെക്കും. കാരണം നമ്മളൊരാളെ ചോദിക്കുന്ന സമയത്ത് ഇന്ന് ഹെൽത്ത് പ്രോബ്ലംസ് ഉണ്ട് പറയുമ്പോൾ അത് നോക്കി അത് വായിച്ചിട്ട് കറക്റ്റ് വ്യക്തമായി പറഞ്ഞു തന്നെ. അപ്പോൾ നിങ്ങൾക്കും അത് നോട്ട് ചെയ്ത്, ഒരറിവും ചെറുതല്ല, അത് കൂടി കൂടി വരും. മാക്സിമം അതിനെക്കുറിച്ച് പഠിച്ചെടുക്കാൻ ശ്രമിക്കുക. നമുക്ക് ഇന്ന് നല്ലൊരു സെഷൻ രാവിലെ തന്നെ കിട്ടി, എല്ലാവർക്കും യൂസ്ഫുൾ ആയ സെഷനാണ്. നാളെ വീണ്ടും വേറെ കുറേ കാര്യങ്ങളായിട്ട് നമ്മൾ വരുന്നുണ്ടാവും. ഇന്നത്തെ ദിവസം സെക്ഷൻ വിടില്ല, റെക്കോർഡ് സെഷൻ ഞാൻ പ്രൊഡക്റ്റ് ഗ്രൂപ്പിൽ ഇടുന്നുണ്ടോ? ഓക്കെ, ഓക്കെ കൂടെ എഴുതിയിട്ട് കാണും. ഓക്കെ, താങ്ക് യു വിനോദ് സാർ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. വിഷ് യു വെൽ.